നമസ്കാരം. കൂത്താട്ടുകുളം വസ്ത്രാക്ഷേപം, കൂത്താട്ടുകുളം കാലുവെട്ട് കൊലവിളി, കൂത്താട്ടുകുളം പട്ടാപ്പകൽ തട്ടിക്കൊണ്ടുപോകൽ സഭയെ ഇന്ന് ഇളക്കിമറിച്ചു. സ്ത്രീ സുരക്ഷ ഉറപ്പുപറയുന്ന പിണറായി എന്ന മുഖ്യമന്ത്രി ഇന്നൊരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു: കലാരാജുവിന് ആ സുരക്ഷയില്ലെന്ന്. കാലുമാറിയാൽ നടക്കുന്ന കാര്യം എന്നാണ് മുഖ്യമന്ത്രിയുടെ ന്യായീകരണം. നവകേരള യാത്രയ്ക്കിടെ രക്ഷാപ്രവർത്തനത്തിന് വിധേയമായി തല തല്ലിപ്പൊളിഞ്ഞ യുവാക്കളുണ്ട്. അവരോടുള്ള അതേ കരുതൽ വനിതകളിലേക്കും നീളുകയാണോ? കൂത്താട്ടുകുളത്തെ രക്ഷാപ്രവർത്തനം കേരളത്തിലെ വനിതാ കൗൺസിലർമാർക്കുള്ള മുന്നറിയിപ്പാണോ? കൂത്താട്ടുകുളത്തെ തെരുവിൽ കഴിഞ്ഞ ദിവസം വസ്ത്രാക്ഷേപത്തിന് വിധേയയായ കലാരാജു ഇന്ന് രാഷ്ട്രീയ വസ്ത്രാക്ഷേപത്തിന് നിയമസഭയിലും വിധേയയായോ? ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. സഭയിലും ആക്ഷേപമോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM-ൽ നിന്നും പി ചിത്തരഞ്ജൻ MLA, കോൺഗ്രസിൽ നിന്ന് രാജു P നായർ, രാഷ്ട്രീയ നിരീക്ഷകൻ NP ചെക്കുട്ടി, മാധ്യമപ്രവർത്തകൻ ആനന്ദ് കൊച്ചുകുടി എന്നിവർ സ്പെഷ്യൽ എഡിഷനിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നു. കലാരാജുവിനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ പി ചിത്തരഞ്ജൻ, ഇന്നിപ്പോ ശക്തമായി പറഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷം. അങ്ങേക്ക് കേൾക്കാമല്ലോ അല്ലേ ശ്രീ ചിത്തരഞ്ജൻ? പ്രതിപക്ഷം പറഞ്ഞിരിക്കുകയാണ്, ഇതാണോ മുഖ്യമന്ത്രി ഉറപ്പു നൽകുന്ന സ്ത്രീ സുരക്ഷയെന്ന്, കലാരാജുവിന് നേരിട്ട അനുഭവം മുൻനിർത്തിക്കൊണ്ട്. അവിടെ മുഖ്യമന്ത്രി നൽകിയ മറുപടി കലാരാജുവിനെ സംബന്ധിച്ച് എത്രമാത്രം സുരക്ഷയും ആത്മവിശ്വാസവും നൽകുന്നതാണ്? ഇന്ന് കേരളത്തിൻ്റെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം സംസാരത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രിയപ്പെട്ട വേണു തുടക്കത്തിലങ്ങ് സ്വന്തം അഭിപ്രായമായിട്ടങ്ങ് അവതരിപ്പിച്ചത്. ഞാൻ ഒറ്റക്കാര്യം ചോദിക്കട്ടെ, ഈ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ കൗൺസിലറെ വസ്ത്രാക്ഷേപം നടത്തിയെന്ന് പറയുന്ന പദം സത്യവുമായി എന്തെങ്കിലും ഒരു ബന്ധമുള്ളതാണ്? അത് അവര് പറയേണ്ടതാണ്. അവരത് പറഞ്ഞിട്ടുമുണ്ട്. അല്ലല്ല, അവരത് പറഞ്ഞിട്ടുമുണ്ട്. അല്ല, ഞാൻ ചോദിച്ചട്ടെ, ഞാൻ പറയട്ടെ, അവരെ എങ്ങനെയാ വസ്ത്രാക്ഷേപം നടത്തിയെന്ന് പറയുന്നത്? ഇല്ലാത്ത കാര്യങ്ങൾ അത് അവരുടെ ന്യായീകരണത്തിന് വേണ്ടി നിങ്ങൾ ഏറ്റെടുക്കരുത്. ഇവിടെ കൂത്താട്ടുകുളത്ത് എന്താ യഥാർത്ഥത്തിൽ നടന്നത്? കൂത്താട്ടുകുളത്ത് യഥാർത്ഥത്തിൽ നടന്നത് എന്താ എന്നത് നിങ്ങളുടെ സൗകര്യപൂർവ്വമുള്ള ആഖ്യാനത്തിലാകരുത്. അല്ലല്ല, ഇവിടെ കലാരാജു പറയുകയാണ് അവരുടെ വസ്ത്രം അവരുടെ വസ്ത്രം വലിച്ചൂരാനുള്ള നീക്കം നടന്നു. ഒരു സ്ത്രീ പൊതുസമക്ഷം പറയുകയാണ് എന്ന് വെച്ചാൽ നോക്കിക്കോണം അവരുടെ അവസ്ഥ. അവർ പൊതുസമക്ഷം പറയുകയാണ് അവരുടെ അടിവസ്ത്രത്തിലേക്ക് പോലും ഈ പറയുന്ന ആക്രമണം നീണ്ടു. അവരുടെ അടിപ്പാവാടയുടെ ഈ പറയുന്ന ചരടുണ്ടല്ലോ, അത് പൊട്ടിക്കാനുള്ള നീക്കം വരെ നടന്നപ്പോഴാണ് അവർ അങ്ങേയറ്റം നിസ്സഹായായത്. ബാക്കി എല്ലാ ഘട്ടവും അവർ പ്രതിരോധിച്ചു. പക്ഷെ ആ ഘട്ടം എത്തിയപ്പോൾ അവർ നിസ്സഹായായി എന്ന്. അത് ഞാൻ പറയുന്നു വളരെ കൃത്യമായിട്ട് തന്നെ ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ, തികച്ചും അടിസ്ഥാനരഹിതമായ. അത് കലാരാജുവാണ് പറയേണ്ടത്. അത് പറയാൻ ചിത്തരഞ്ജൻ ആരാണ്? അല്ലല്ല, ഒരു സെക്കൻഡ്. കലാരാജുവിന് ഏതെങ്കിലും തരത്തിലുള്ള അധിക്ഷേപം അവർ നേരിട്ടോ ഇല്ലയോ എന്ന് ആത്യന്തികമായി പറയേണ്ടത് ആരാണ് ശ്രീ ചിത്തരഞ്ജൻ? ആത്യന്തികമായി പറയേണ്ടത് ആരാണ്? അല്ല വേണു, നമുക്ക് ചർച്ച ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ചർച്ച അവസാനിപ്പിക്കാം. നിങ്ങൾ എന്താ ചോദിച്ചത്? ഞാൻ പറയുന്നു അവർ അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഉന്നയിച്ചെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് കേൾക്കാം. നിങ്ങൾക്ക് അവരുടെ അഭിപ്രായം നിങ്ങൾ ചോദിച്ചോ? പക്ഷെ അവരുടെ അഭിപ്രായം എൻ്റെ നാവിൽ കൂടെ പറയണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എങ്കിൽ ചർച്ച നിർത്തിയേര്. നിങ്ങൾ മൂന്ന് കൂട്ടരും കൂടെ ചർച്ച ചെയ്തോ? അവിടെ നടക്കാത്തൊരു കാര്യം നടന്നിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ വാദം നിങ്ങൾക്ക് പൊളിക്കാം. അത് അവരെ കൊണ്ട് സംസാരിപ്പിച്ചോ? ഒറ്റ കാര്യമുള്ള പൊളിക്കാനായി അങ്ങ് സുശക്തമായ ഒരു വാദത്തിന്റെയും മഹാഗോപുരം ഇതിനോടകം നിർമ്മിച്ചു തീർത്തില്ല. അതിന് മുന്നേ തന്നെ അത് അടിപടലം പൊളിഞ്ഞിരിക്കുകയാണ്. കാരണം എന്താണ്? കലാരാജു പറഞ്ഞിട്ടുണ്ട് അവരേത് തരത്തിലുള്ള ആക്രമണത്തിന് വിധേയമായി എന്ന്. അങ്ങ് പറയുകയാണ് അവർ പറയുന്ന ആക്ഷേപത്തിന് അടിസ്ഥാനമില്ല എന്ന്. അങ്ങ് പറയുകയാണ് അവർ പറയുന്ന ആക്ഷേപത്തിന് അടിസ്ഥാനമില്ല എന്ന്.
അവരുടെ മറുപടി തന്നെ അതിന്റെ തെളിവ്, അതിന്റെ സാക്ഷ്യം. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്കല്ലെന്ന് സ്ഥാപിക്കാനുള്ള അവരുടെ വാക്കുകൾ തന്നെ അതിന്റെ തെളിവ്, അതിന്റെ സാക്ഷ്യം. നിങ്ങൾക്ക് തെളിവ് ഹാജരാക്കൂ. ഒരു സെക്കൻഡ് ശ്രീ രാജു പി നായർ. ഒരു സെക്കൻഡ് ശ്രീ ചിത്തരഞ്ജൻ. രാജു പി നായർ ഇവിടെ ചിത്തരഞ്ജനിലൂടെ CPM-ന്റെ നാവ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് കേട്ടല്ലോ. അങ്ങയുടെ മറുപടി. വേണു, ഞാൻ കൂത്താട്ടുകുളത്ത് നടന്ന സംഭവത്തെ സംബന്ധിച്ചല്ല ഞാൻ വരാം. പക്ഷേ ബഹുമാനപ്പെട്ട MLA പറഞ്ഞ അഭിപ്രായത്തിൽ ആദ്യമായിട്ട് പറയട്ടെ. ശ്രീ MLA, അങ്ങ് പറയുന്നത് നിയമത്തെ അവഹേളിക്കലാണ്. കാരണം ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം, ഒരു സ്ത്രീ അവർ പീഡിപ്പിക്കപ്പെട്ടു എന്ന് അവർ പരാതിപ്പെട്ടാൽ ആ മൊഴിക്ക് എവിഡൻഷ്യൽ വാല്യൂ ആണ്. ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം അതാണ്, എവിഡൻഷ്യൽ വാല്യൂ ആണ്. ആ എവിഡൻഷ്യൽ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ FIR ഇടുകയും അതിൽ പറയുന്ന പ്രതികളെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവർ പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് സ്ഥാപിക്കപ്പെടേണ്ടത് നീതിന്യായ കോടതിയിലാണ്. അതുകൊണ്ട് ഒരു ചാനലിൽ വന്ന് അപമാനിക്കപ്പെട്ട ഒരു സ്ത്രീ പറയുന്നത് അത് അവരുടെ വാദമാണെന്ന് നിങ്ങൾ പറയുന്നത് നിയമപരമായി തെറ്റാണ്. അത് MLA എന്ന സ്ഥാനത്തിരുന്നുകൊണ്ട് അങ്ങത് പറയുന്നത് ഏറ്റവും വലിയ ഗുരുതരമായ തെറ്റായിട്ട് മാറും. അവിടെ അവർ അപമാനിക്കപ്പെട്ടു എന്നുള്ളത്, പോലീസിന്റെ മുന്നിൽ വെച്ച് അപമാനിക്കപ്പെട്ടു എന്നുള്ളത് വിഷ്വൽസ് ഉൾപ്പെടെ ക്ലിയറാണ്. അവർ വളരെ വ്യക്തമായിട്ട് അവരുടെ മുടിക്കുത്തിന് പിടിച്ചു വലിക്കുന്ന ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. അവരെ മർദ്ദിക്കുന്ന രംഗം നമ്മൾ ആ വിഷ്വലിൽ കണ്ടിട്ടുണ്ട്. അവരെ ബലമായി കാറിൽ കയറ്റി കൊണ്ടുപോയി എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ മക്കളാണ് പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതിപ്പെട്ട് അവിടെ കുത്തിയിരുന്നത്. രാജുവോട് നിർത്തരുത്. അത് കഴിഞ്ഞ് അവർക്ക് ഈ കാറിനകത്ത് അനുഭവിക്കേണ്ടി വന്ന യാതന എന്താണ് എന്നതും അവർ പൊതുസമക്ഷം പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ബുദ്ധിമുട്ടുള്ള വാക്കുകളാണ്, എന്നിട്ടും അവരത് പറഞ്ഞിട്ടുണ്ട്. രാജു, അതാണ് ഞാൻ പറഞ്ഞത്. ഞാനതാ പറഞ്ഞത്, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അവർക്ക് പൊതുജന മധ്യത്തിൽ ഒരു കാരണവശാലും, പൊതുജന മധ്യത്തിൽ മാത്രമല്ല അല്ലാതെയും ഏൽക്കാൻ പാടില്ലാത്ത എല്ലാ പീഡനവും ആ പൊതു സ്ഥലത്ത് വെച്ച് അവർ കേറ്റു. അതിൻ്റെ ഏറ്റവും ഒന്നാമത്തെ പ്രതി ഉൾപ്പെടെ ഞാൻ ചോദിക്കട്ടെ വേണു, ഇത് രണ്ടും കൂടി ശരിയാവോ? ചിത്തരഞ്ജൻ ഇവിടെ വെച്ച് പറയുന്നതും പോലീസ് എടുത്ത കേസും തമ്മിൽ ശരിയാവോ? മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതും അദ്ദേഹം ഭരിക്കുന്ന വകുപ്പ് എടുത്തിരിക്കുന്ന കേസും തമ്മിൽ ശരിയാവോ? അത് ശരിയായ ഒരു യുക്തിയാണ്. അതിന് മറുപടി പറയട്ടെ ശ്രീ ചിത്തരഞ്ജൻ. പക്ഷെ അതിനു മുമ്പ് ചിത്തരഞ്ജൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾക്ക് അങ്ങയുടെ പ്രതികരണമാണ് വേണ്ടത്. ഒന്ന്, അവർ പറയുന്നതെല്ലാം അടിസ്ഥാനരഹിതമാണ്. രണ്ട്, അവർ തെളിയിക്കട്ടെ. അങ്ങ് നിയമപരമായ അതിന്റെ പരിസരം പറഞ്ഞു. എന്റെ ചോദ്യം രാഷ്ട്രീയ ചോദ്യമാണ്. അല്ല, അവർ പറഞ്ഞത് 100% ശരിയാണ്. അവിടെ ആയിരക്കണക്കിന് ജനങ്ങൾ നോക്കി നിൽക്കുമ്പോഴാണ് ഒരു സിനിമ സ്റ്റൈലിൽ വന്ന് ചെയർമാന്റെ ഔദ്യോഗിക കാറിൽ അവരെ തട്ടിക്കൊണ്ടു പോകുന്നത്. അതിന് സഹായം ചെയ്തു കൊടുത്തത് മുഴുവൻ പോലീസാണ്. ഈ വാഹനത്തിന്റെ മുന്നിൽ ഒരു ലോറി വന്നുപെട്ടു എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ. ആ ലോറി വന്നുപെട്ടപ്പോൾ ആ ലോറിയെ മാറ്റി ഈ തട്ടിക്കൊണ്ടുപോകുന്ന വാഹനം കടത്തിക്കൊണ്ടുപോകാൻ സഹായം ചെയ്തു കൊടുത്തത് അവിടുത്തെ പോലീസിന്റെ ഉദ്യോഗസ്ഥരാണ്. സർക്കാരിന്റെ CPM-ന്റെ ഉന്നത നേതൃത്വം കൊടുത്തിരിക്കുന്ന നിർദ്ദേശപ്രകാരമാണ് അത് നടന്നത്. എന്നിട്ട് ഇന്ന് ഒരു യുക്തിയുമില്ലാത്തൊരു വാദം മുഖ്യമന്ത്രി പറയല്ലേ. എന്താ പറയുന്നത്? അവർക്ക് കൂറുമാറണമെങ്കിൽ രാജിവെച്ചിട്ട് പോകണം. ശ്രീ ചിത്തരഞ്ജൻ, രാജുവിന്റെ വാദങ്ങൾക്കുള്ള മറുപടി ആദ്യം. രാജു പറയുന്ന വാദം എന്ന് പറഞ്ഞാൽ, ഈ കലാരാജു എന്ന് പറയുന്ന കൗൺസിലർ പറഞ്ഞിട്ടുള്ള അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം രാജു പറഞ്ഞ അഭിപ്രായം തന്നെയാണ് എനിക്കും അക്കാര്യത്തിലുള്ളത്. എന്തുകൊണ്ടാണ്? ആക്ഷേപത്തിന് വിധേയമായി എന്ന് പറയുന്ന, അല്ലെങ്കിൽ അക്രമത്തിന് വിധേയമായി എന്ന് പറയുന്ന ആളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസിന് കേസെടുത്തേ പറ്റൂ. പിന്നെ നാളെ കോടതിയല്ലേ ആ പറഞ്ഞിട്ടുള്ളത് വാദം ശരിയായിരുന്നു, അവരുടെ പരാതി ശരിയായിരുന്നു എന്നെല്ലാം തെളിയാൻ പോകുന്നത് നാളെ കോടതിയിലല്ലേ. അത് നിയമപരമായി പോട്ടെ, അതിൽ ഞങ്ങൾക്കാർക്കും എതിർപ്പില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് എന്താണ്? അവർ പറഞ്ഞ മൊഴിയുടെ അകത്തുള്ള അടിസ്ഥാനരഹിതമാണ്. അവരെ ആരും വസ്ത്രാക്ഷേപം ചെയ്തിട്ടില്ല. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ രാജു, വനിതകളെ സംബന്ധിച്ച് സ്ത്രീ സുരക്ഷയെക്കുറിച്ചെല്ലാം എന്ത് വലിയ കണ്ണീരാണ് ഒഴുക്കുന്നത്. ഞങ്ങളിത് സഭയിൽ ചോദിച്ചിട്ട് നിങ്ങൾ നേതാക്കന്മാർ മിണ്ടിയില്ലല്ലോ. നിലമ്പൂരിലെ കോൺഗ്രസിൻ്റെ ആഫീസിൽ അവിടുത്തെ ജീവനക്കാരിയായിരുന്ന രാധ എന്ന സഹോദരിയെ ക്രൂരമായി കൊന്ന് 2 ദിവസക്കാലം അവിടെ തന്നെ വെച്ച് ചാക്കിനകത്ത് കെട്ടി അവിടെ കുടിച്ചിട്ട ചരിത്രമുണ്ടല്ലോ.
ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടി ഓഫീസിലെ ജീവനക്കാരിക്ക് അല്ലെങ്കിൽ ഒരു പുറത്ത് ഈ ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ? അത് ചെയ്തിട്ടുള്ള ആൾക്കാർ, അന്നൊന്നും ഒരു സ്ത്രീ സുരക്ഷയെക്കുറിച്ചൊന്നും ചിന്തിക്കാതിരുന്ന ആൾക്കാർ, ഇവിടെ ഒരു കൗൺസിലർ അവരുടെ ജനാധിപത്യപരമായി അവർക്ക് മാറുകയോ മാറാതിരിക്കുകയോ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ സംഭവത്തെ ഒരിക്കലും ന്യായീകരിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അവിടെ ഉണ്ടായ ഒരു സാഹചര്യത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അവിടുത്തെ സാഹചര്യങ്ങളുടെ രാഷ്ട്രീയ സ്വഭാവം മുഖ്യമന്ത്രി പറഞ്ഞു ഒരു ഭാഗം. പിന്നെന്താ മറുഭാഗത്ത് ഈ പറയുന്ന കലാരാജുവിന്റെ പരാതിയെ പറ്റി മുഖ്യമന്ത്രി സംസാരിക്കുകയുണ്ടായി. ആ ഘട്ടത്തിൽ കലാരാജുവിനെ പറ്റി മുഖ്യമന്ത്രി ഉപയോഗിച്ചൊരു വിശേഷണ പദമുണ്ട്. അങ്ങുണ്ടല്ലോ നിയമസഭാ സാമാജികനായത് കേട്ടുകൊണ്ട് രണ്ട് ചെവിയും തുറന്നിരിക്കുകയായിരുന്നല്ലോ ശ്രീ NP ചെക്കുട്ടി. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: കലാരാജു എന്ന് പറയുന്ന മഹതിക്ക്, കേട്ടല്ലോ, കലാരാജു എന്ന് പറയുന്ന മഹതിക്ക് ചില പരാതികൾ ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. ഒരു സംശയവും വേണ്ട, ശക്തമായ നടപടി തന്നെ പോലീസ് സ്വീകരിച്ചു പോകും. അതിന്റെ ഭാഗമായി മറ്റാശങ്കകൾ ഉണ്ടാകേണ്ടതില്ല. കലാരാജുവിന് എത്രമാത്രം ആത്മവിശ്വാസം നൽകുന്ന വാക്കുകളാണിത്. ശരിയാണ്, ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി. അതായത് പോലീസ് ശക്തമായ നടപടിയെടുക്കും, ആ കാര്യത്തിൽ ആശങ്കയൊന്നും വേണ്ട എന്ന്. പക്ഷേ അതിന്റെ മുൻനിരയായിട്ട് വന്നിരിക്കുന്ന പ്രയോഗം എന്താണ്? കലാരാജു എന്ന മഹതി. എന്താ മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത് ശ്രീ ചെക്കുട്ടി? അല്ല, യഥാർത്ഥത്തിൽ കലാരാജു മാത്രമല്ല, കേരളത്തിൽ സാധാരണ നിലയിൽ പൊതുസമൂഹത്തിനകത്ത് പ്രവർത്തിക്കുന്ന, നമ്മളൊരു പൊതുജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന, സത്യസന്ധമായിട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും കക്ഷിയുടെയോ വ്യക്തിയുടെ താല്പര്യത്തിനനുസരിച്ച് ചാഞ്ചാടാനും ചരിഞ്ഞാടാനും നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദേശം, മുഖ്യമന്ത്രി കൊടുക്കുന്ന സന്ദേശം വളരെ വളരെ ഞെട്ടലുണ്ടാക്കുന്നതാണ്. കാരണം ഒരാൾക്ക് രാഷ്ട്രീയത്തിൽ നിലപാടുകൾ മാറ്റാനുള്ള അവകാശമുണ്ട്. ആ നിലപാടുകൾ മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് ആളുകൾ ചിലപ്പോൾ അങ്ങോട്ട് മാറിയെന്ന് വരും, നിലപാടുകൾ മാറ്റിയെന്ന് വരും. പക്ഷേ അവരെ കൈകാര്യം ചെയ്ത രീതി, ആ കൈകാര്യം ചെയ്തതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാട്, അവരെ സംബന്ധിച്ച് അദ്ദേഹത്തിനുള്ള വളരെ പുച്ഛത്തോടു കൂടിയുള്ള ആ അഭിപ്രായം, ഇതെല്ലാം കേരളീയ സമൂഹത്തോട് പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പൊതുജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ, പ്രത്യേകിച്ച് ഭരണകക്ഷിയുടെ താല്പര്യങ്ങൾക്കും വിഹിതങ്ങൾക്കും എതിരായിട്ടൊരു നിലപാടെടുത്താൽ അവരെ പൊതുസമൂഹത്തിൽ വെച്ച് പരസ്യമായിട്ട് കൈകാര്യം ചെയ്യും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് പോലീസ് നിശബ്ദരായിട്ട് നിസ്സഹായരായി നോക്കി നിൽക്കും, പോലീസിൻ്റെ കൈ കെട്ടിയിടും. ഈ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം വളരെ പരസ്യമായിട്ട് പറഞ്ഞു. കേസും കൂട്ടമൊക്കെ നടക്കട്ടെ, കേസിൻ്റെ വഴിക്ക് പോകും. എല്ലാ കേസുകളും ഇങ്ങനെ ഇല്ലായ്മ ചെയ്യുന്നതിൽ, എല്ലാ കേസുകളും ഇങ്ങനെ അപ്രത്യക്ഷമാക്കുന്നതിൽ, നശിപ്പിച്ച് കളയുന്നതിൽ ഏറ്റവും എക്സ്പെർട്ടീസുള്ള ഒരു ഭരണകൂടമാണ് ഇവിടെ. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ഇത് കേരളത്തിലെ സാധാരണ പൊതുജീവിതത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം, പൊതുജീവിതത്തിലേക്ക് പെൺകുട്ടികൾ പോകുന്ന കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഉണ്ടാക്കുന്ന സന്ദേശം, ഇത് നൽകുന്ന സന്ദേശം വളരെ ആപത്താണ്. CPM അടക്കമുള്ള പാർട്ടികൾ, CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടിയിലേക്ക് പെൺകുട്ടികൾ വരുന്നുണ്ട്. ഈ പെൺകുട്ടികളെ ആ പാർട്ടിയിലേക്ക് അയക്കുന്ന ആളുകൾ, ആ കുടുംബക്കാരായിട്ടുള്ള ആളുകൾ, അവർ ഇതിനെക്കുറിച്ച് ആലോചിക്കണം എന്ന് എനിക്ക് പറയാം. ഏറ്റവും ഒടുവിൽ ആ ചർച്ചയിൽ കക്ഷി നേതാവ് എന്ന നിലയിൽ ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാക്കുകൾ ഇതിന്റെ തുടക്കത്തിൽ കേൾപ്പിച്ചതാണല്ലോ. അതിൽ ആ പറയുന്ന വാചകം പ്രധാനമാണ്. ഒരു CPM കൗൺസിലർക്കാണ് ഇത് പറ്റിയത്, നാളെ നിങ്ങൾക്കാർക്കും പറ്റാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് വീണയെ അടക്കം നോക്കിക്കൊണ്ട്, ട്രഷറി ബെഞ്ചിലേക്ക് നോക്കിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അത് എന്താ, കൂറുമാറ്റത്തിന് അവരാരെങ്കിലും നിൽക്കുന്നു എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു പ്രവചന സ്വഭാവത്തിലുള്ളതല്ല. നിങ്ങൾ സ്ത്രീയാണ് എങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ഈ ഭരണ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ പറ്റിയുള്ള ഒരു ആപത്ത് നിറഞ്ഞ സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ ആനന്ദ് കൊച്ചുകുടി, ഇവിടെ രക്ഷാപ്രവർത്തനത്തിന്റെ കാര്യം ഇതിനു മുൻപ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് നവകേരള യാത്രയുടെ ഘട്ടത്തിൽ. ശരിയാണ്, വലിയ പ്രതിഷേധവുമായി യുവാക്കൾ തെരുവിലിറങ്ങുകയുണ്ടായി, നേർക്കുനേർ പോരാട്ടത്തിന് അവർ നിൽക്കുകയുണ്ടായി. അതിൻ്റെ ഒരു പശ്ചാത്തലം അങ്ങനെ വേണമെങ്കിൽ കാണാം, തീർത്തും രാഷ്ട്രീയ സ്വഭാവമുള്ളൊരു പശ്ചാത്തലം. ഇവിടെ ഇപ്പോൾ അങ്ങനെയല്ല. ഇന്നിപ്പോൾ പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്നതും കൂറുമാറ്റം വേണോ വേണ്ടയോ എന്നത് സംബന്ധിച്ച രാഷ്ട്രീയ ചോദ്യമായിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീക്ക് അനുഭവിക്കേണ്ടി വന്ന ആക്ഷേപം, അവർക്ക് എത്രമാത്രം ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്ന സാഹചര്യം, അതാണ് ചൂണ്ടിക്കാട്ടപ്പെട്ടത്. അത് ഈ പറയുന്ന കൂറുമാറ്റം, കൂത്താട്ടുകുളം, ഈ പറയുന്ന മുനിസിപ്പാലിറ്റി, ഇതുമായി ഒന്നും ഒരു ബന്ധവുമില്ല. അവിടെ ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം മാത്രമാണ് അവിടെ ഒരു വിഷയമായി ഉന്നയിക്കപ്പെട്ടത്. സ്ത്രീ സുരക്ഷയാണ് ഉന്നയിക്കപ്പെട്ട അടിയന്തര പ്രമേയത്തിലെ
ഈ പറയുന്ന ആവശ്യകത? ആ രൂപത്തിലുള്ള മറുപടിയാണോ മുഖ്യമന്ത്രി നൽകിയത്? അതുകൊണ്ടാണ് ശ്രീ ചേക്കുട്ടിയും ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് പോലെ തലതല്ലി പൊളിക്കപ്പെട്ടു യുവാക്കളെങ്കിൽ മേൽവസ്ത്രമുണ്ടാകാത്ത സ്ത്രീകളുമുണ്ടാകും, വനിതകളുമുണ്ടാകും കേരളത്തിൽ. ആ മുന്നറിയിപ്പാണോ മുഖ്യമന്ത്രി കൂത്താട്ടുകുളത്തൂടെ നൽകുന്നത്? വേണു, ഇപ്പം നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഭരണത്തിൽ രണ്ട് തരം പൗരന്മാരുണ്ട്. ഒന്ന്, സി പി എമ്മുമായിട്ട് നല്ല ബന്ധത്തിൽ അല്ലെങ്കിൽ സി പി എമ്മിന് അടിമപ്പണി ചെയ്യുന്ന അല്ലെങ്കിൽ സി പി എമ്മിനെ എല്ലാ തരത്തിലും അവരുടെ എന്ത് വൃത്തികേടുകളും അതിന് ഓശാന പാടുന്ന ഒരു വിഭാഗം ആൾക്കാർ, പാർട്ടിക്കാരും പാർട്ടി അനുഭാവികളും കുറേ മാധ്യമപ്രവർത്തകരും ഇവിടുത്തെ സാംസ്കാരിക നായകരും, അങ്ങനെ കുറേ സംഘം ഉണ്ട് ഇവരുടെ വാഴ്ത്തുപാട്ടുകാർ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നമ്മൾ കേട്ടതാണല്ലോ, ചെമ്പടയ്ക്ക് കാവലാൾ, ചെങ്കനൽ കണക്കിലൊരാൾ എന്നൊക്കെ പറഞ്ഞ് പാട്ടുകൾ എഴുതുന്നു. അപ്പോൾ അങ്ങനെ ഒരു വിഭാഗമുണ്ട്. അവർക്ക് ഒരു തരത്തിലുള്ള നീതി, മറ്റേ ഈ ആനിമൽ ഫാമിൽ പണ്ട് ജോർജ് ഓർവെൽ എഴുതിയതുപോലെ അത്രയും ഈക്വൽ അല്ലാത്ത, തുല്യതയില്ലാത്ത മറ്റൊരു കൂട്ടർ, അത് പ്രതിപക്ഷമാകാം അല്ലെങ്കിൽ ഈ കേരളത്തിലെ ഇടതുപക്ഷം എന്ന് അവകാശപ്പെടുന്ന കുറച്ചുകൂടി ഈ പഴയ ഇടതുപക്ഷത്തേക്ക് വെച്ച് നോക്കിയാൽ സതീശൻ പറയുന്നത് പോലെ തീവ്ര വലതുപക്ഷം എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അവരെ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ ഇപ്പോൾ ഭരിക്കുന്ന നമ്മുടെ സി പി എം, ആ പാർട്ടിക്ക് ഒരു തരത്തിലും അനുകൂലമായിട്ട് നിൽക്കാത്ത ആൾക്കാർക്ക് വേറൊരു തരത്തിലുള്ള നീതിയാണ്. ഇപ്പോൾ ഇവിടെ പണക്കാർക്കും പാവപ്പെട്ടവർക്കും എന്നുള്ള ഒരു ബൈനറി, അങ്ങനെ വർഗ സമര സിദ്ധാന്തമൊക്കെ പണ്ട് സി പി എം ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ മാറി, ആ കാലമൊക്കെ മാറി. പക്ഷേ ഒരു കാര്യം, ഈ അടുത്താണ് ഒരു സിനിമാ നടി, അവർ ഈ കട ഇനോഗ്രേഷനൊക്കെ പോകുന്ന ഒരു നടിയാണ്. അപ്പോൾ അവരെ ഒരു വലിയ പണക്കാരനെതിരെ, ഒരു സ്വർണ്ണ വ്യാപാരിക്കെതിരെ ഒരു പരാതി കൊടുക്കുമ്പോൾ വളരെ സമർത്ഥമായിട്ട്, വളരെ എത്ര പെട്ടെന്നാണ് അയാളെ ഓടിച്ചിട്ട് അയാളുടെ ഒരു റിസോർട്ടിൽ വയനാട്ടിൽ പോയി പോലീസുകാർ പിടിക്കുന്ന കാര്യം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തെ കൃത്യമായിട്ട് തന്നെ കോടതിയിൽ ഈ ജാമ്യം കിട്ടാത്ത രീതിയിൽ പൂട്ടി കോടതി അദ്ദേഹത്തെ ജാമ്യത്തിൽ വിടാതെ 4 ദിവസം പിടിച്ചിടാൻ ഈ പോലീസിനും ഈ സർക്കാരിനും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ വേണമെന്ന് വെച്ചാൽ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലർക്ക് മാത്രം, ഈ പറയുന്ന ഒരു കൂട്ടം ആൾക്കാർക്ക് കൃത്യമായിട്ട് നീതി കിട്ടും. എന്നാൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ സി പി എമ്മിന് ഓശാന പാടാത്ത ആൾക്കാർക്ക് അങ്ങനെയുള്ള ഒരു ആനുകൂല്യവും കിട്ടുന്നില്ല. ഇത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം. ഈ കലാരാജു എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ ഈ നിയമസഭാ കൗൺസിലർ, അവര് 25 വർഷമായിട്ട് ഈ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരാളാണ്. കൊച്ചുകൂടി 50 കൊല്ലത്തെ NM വിജയന്റെ ഈ പാർട്ടി ജീവിതത്തെ പറ്റി, അതിനുശേഷം അദ്ദേഹത്തിനുണ്ടായ ദുരനുഭവത്തെ പറ്റി, പിന്നീട് ആ കുടുംബത്തിനുണ്ടായ ദുരന്തത്തെ പറ്റി ഒക്കെ അവരുടെ വീട്ടിൽ വരെ പോയി കണ്ണീർ വാർക്കുന്ന MV ഗോവിന്ദന്റെ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന സർക്കാരാണ്. ഈ 25 കൊല്ലത്തെ മറ്റൊരു കഥ ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയിലൂടെ പറയുന്നത്. മുഖ്യമന്ത്രി പറയുകയാണ്, നിങ്ങൾ 25 കൊല്ലത്തെ കഥ പറയുന്നുണ്ടല്ലോ, എന്നാൽ ഈ കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ അവർ ഈ പറയുന്ന CPM കൗൺസിലറെ ഏറ്റവും ഒടുവിൽ പ്രലോഭനത്തിന് വിധേയയായി ഇങ്ങനെ പോകുമ്പോൾ രാജിവെച്ച് പോകണ്ടേ എന്ന് അങ്ങ് കേട്ടതല്ലേ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ? അപ്പോൾ ഈ NM വിജയന്റെയൊക്കെ കാര്യത്തിലുള്ള ഇവരുടെ ദീനാനുകമ്പ സ്വന്തം കൂടാരത്തിലുള്ള കലാരാജുവിനോടുള്ള ഇവരുടെ സമീപനത്തിൽ നിന്ന് അതിന്റെ പൊയ്ക്കാലിലാണ് നിൽക്കുന്നത് എന്നത് വ്യക്തമാവുകയല്ലേ? തീർച്ചയായും ഈ NM വിജയന്റെ കാര്യത്തിൽ കോൺഗ്രസിനെ ഒരു തരത്തിലും നമുക്ക് വെറുതെ വിടാൻ പറ്റില്ല. കാരണം ആ കാര്യത്തിൽ അവർ പ്രതിക്കൂട്ടിലാണ്. അതിന്റെ നേതാക്കൾക്ക് ജാമ്യം കിട്ടിയെങ്കിലും, ആ കാരണക്കാരെ അവർക്ക് ജാമ്യം കിട്ടിയെങ്കിലും അവർ പൊതുജന പോയില്ലേ? അല്ലെന്നേ, 50 കൊല്ലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ആളിന്റെ കുടുംബത്തിലുണ്ടായിരിക്കുന്ന ദുരന്തത്തിൽ രാഷ്ട്രീയാതീത പിന്തുണയോടെ പോയില്ലേ? CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഇല്ലേ? പോയില്ലേ? അപ്പോ അതേ പാർട്ടിയും അതേ സർക്കാരും രാഷ്ട്രീയാതീതമാകണ്ടെന്നേ സ്വന്തം രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുന്ന 25 കൊല്ലമായി നിൽക്കുന്ന കലാരാജുവിനോട് പുലർത്തിയ സമീപനം എന്താണ്? ഇപ്പൊ ഈ മുഖ്യമന്ത്രി ഒന്നാമതായി അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞൊരു വാചകമുണ്ട്, അങ്ങേക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. അത് ഈ പെരുമ്പാവൂരിലെ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ ഇരയുടെ പേര് പറയുന്നില്ല. ആ കേസിൽ എന്താണ് പറഞ്ഞത്? അതിവേഗമുള്ള നടപടിയെടുത്തു. അതിന് തൊട്ടു മുമ്പുള്ള ഉമ്മൻചാണ്ടി സർക്കാർ തെരഞ്ഞെടുപ്പ് മുന്നിലേക്ക് പോകുന്ന ഘട്ടത്തിൽ അത് പൂഴ്ത്തിവെച്ചു. എന്നിട്ട് മുഖ്യമന്ത്രി നല്ല അഭിമാനത്തോടുകൂടി പറഞ്ഞൊരു വാചകമുണ്ട്, അങ്ങേക്കും ഓർമ്മയുണ്ടാകും. കേരളത്തിൽ ഈ സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ത്രീക്കും അവരുടെ തലയിണയുടെ താഴെ
വെട്ടുകത്തി എടുത്തു വെച്ചുകൊണ്ട് ജീവന്റെയും അഭിമാനത്തിന്റെയും സുരക്ഷ ഉറപ്പാക്കുക എന്ന ശങ്കയോടെ കിടന്നുറങ്ങേണ്ടി വരില്ല എന്ന്. ഇപ്പോൾ ഈ തുടർഭരണം വന്നു, അത് അതിന്റെ അവസാന നാളുകളിലേക്ക് പോകുമ്പോൾ പട്ടാപ്പകൽ പാർട്ടിക്കാരിയെ തട്ടിക്കൊണ്ടുപോകുന്ന അവസ്ഥ വന്നാൽ അതെന്ത് സുരക്ഷയാണ് നൽകുന്നത്? അല്ല, ഈ പെരുമ്പാവൂർ കേസിലെ കാര്യമൊക്കെ പഴങ്കഥയായി. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന നീതിയും ന്യായവും ഒക്കെ ഇവിടെ ഇപ്പോൾ ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ അവിടെ ഒത്തിരി ആൾക്കാരുടെ മുന്നിൽ കണ്ടതാണ്. പക്ഷേ ഇവിടെ CPM-കാർ പറയുന്നത് നിങ്ങൾ കണ്ടതൊന്നും അല്ല കാഴ്ച, ഇത് നിയമസഭ തല്ലിപ്പൊളിച്ചപ്പോൾ ക്യാമറയിൽ പതിഞ്ഞതുകൊണ്ട് ഇപ്പോൾ തെളിവുണ്ട്. പക്ഷേ അതുപോലും ഇപ്പോൾ ഇവർ അംഗീകരിക്കുന്നില്ലല്ലോ. ഈ CPM-കാർ പറയുന്ന ഇപ്പോൾ പകലാണെന്ന് പറഞ്ഞാൽ, നമ്മൾ രാത്രിയാണെന്ന് പറഞ്ഞാൽ അവർ പകലാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കും. അതിനുള്ള മെഷീനറി അവർക്കുണ്ട്. അപ്പോൾ അത് അവർക്ക് എന്തും പറയാം. അവർക്ക് ഈ പഴയ ജിഷ കേസിൻ്റെ കാലത്തെ ഒരു ആർജവമൊന്നും എന്തായാലും മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ഇല്ലല്ലോ. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ പാർട്ടിക്കാരിയായിട്ടുള്ള ഒരു വനിതയ്ക്ക് സംഭവിച്ച ആ കാര്യത്തെക്കുറിച്ചായിരിക്കാം ഇന്ന് സതീശൻ പറഞ്ഞല്ലോ. ഈ വീണ ജോർജിനെ പോലെയൊക്കെയുള്ള മാധ്യമപ്രവർത്തകർ പണ്ട് യൂട്യൂബിലൊക്കെ ചെയ്ത ഇന്റർവ്യൂകളൊക്കെ ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പൊ അത് ഒക്കെ അവരൊക്കെ എടുത്ത് വെച്ചൊന്ന് നോക്കുന്നത് നന്നായിരിക്കും. അവർക്ക് പരിണാമം സംഭവിച്ചു എന്ന കാര്യവും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ്. ഇഡലി സതീഷിനെ വരവേൽക്കുന്ന അവസ്ഥയിലേക്ക് ആ വ്യക്തിയും എത്തി. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ രാജു പി നായർ, ഒന്നാമതായി ഈ ശ്രീ ചിത്തരഞ്ജൻ ചൂണ്ടിക്കാട്ടിയ രാധ വിഷയം, അതിലങ്ങയുടെ മറുപടി വേണം. കൂടാതെ ഇവിടെ കലാരാജുവുമായി ബന്ധപ്പെട്ട കാര്യം നിങ്ങൾ ശക്തമായി ഉന്നയിക്കുമ്പോൾ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യം വരുന്നു. അപ്പോൾ ഈ പറയുന്ന വനിതകൾ ആക്രമിക്കപ്പെടുക, സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന വിഷയം ഉന്നയിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് പ്രതിപക്ഷ നേതാവ് എത്തുന്ന സാഹചര്യം സഭയിലുണ്ടാവുകയാണ്. അത് അസാധാരണമല്ലേ? അത് യാദൃച്ഛികമെന്ന് കരുതിക്കൂടാ. ഇന്നിപ്പോൾ ഈ സ്പീക്കറുടെ നിസ്സഹായത കണ്ടില്ലേ? അത് സ്പീക്കറുടെ ഒരു വെറും നിസ്സഹായതയാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അപ്പോൾ ഈ നിയമസഭ കൂടുന്നത് ആർക്കു വേണ്ടിയാണ്? പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുന്നത് പോലെ ആധുനിക ദുശാസനന്മാർക്ക് വേണ്ടി മാത്രമുള്ള സഭയാണോ അത്? വേണു, കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മൾ കാണുന്നത് CPM-കാർ ഉൾപ്പെടുന്ന കേസിൽ യാതൊരു യുക്തിയുമില്ലാതെ യാതൊരു ലോജിക്കുമില്ലാതെ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളൊരു ഒറ്റ അജണ്ടയിലേക്ക് മാറുകയാണ്. അതിനെല്ലാ വേദിയും ഉപയോഗപ്പെടുത്തും. നിയമസഭയ്ക്കകത്ത് പോലും സ്ത്രീ സുരക്ഷ എന്നുള്ള ഏറ്റവും പ്രധാനമുള്ള കാര്യം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ മെറിറ്റ് നോക്കാതെ വീണ ജോർജിനെ പോലെയുള്ള മന്ത്രിമാർ പോലും, സാധാരണ മന്ത്രിമാരൊന്നും എഴുന്നേറ്റ് ബഹളം ഉണ്ടാക്കില്ല, പക്ഷെ അതൊക്കെ ഇപ്പോൾ BJP-യുടെ ഇതിൽ കേന്ദ്ര സർക്കാരിലേക്കാണ് നമ്മൾ കാണാറുള്ളത്. അതേ നയത്തിൽ ഇന്ന് എങ്ങനെയാണ് ആ എതിർ ശബ്ദങ്ങളെ ഇല്ലാതെയാക്കാൻ വേണ്ടിയുള്ള ഒരു വേദികൾ ഉപയോഗിക്കുക എന്നുള്ള രീതിയിലേക്ക് പറയുന്നു. ജനാധിപത്യം എന്ന് പറയുന്നത് തൊട്ടു തീണ്ടാത്ത അവസ്ഥയിലേക്ക് CPM മാറി. ഈ ആൻകൊച്ചുകൂടിയുടെ പറഞ്ഞ പോലെ, പ്രതിപക്ഷ എപ്പോഴും പറയുന്ന പോലെ, ഇവർ ഇടതുപക്ഷമൊന്നും അല്ല, ഇവർ നരേന്ദ്രമോദിയെ നാണിപ്പിക്കുന്ന തീവ്ര വലതുപക്ഷമായിട്ട് മാറി. ഇവർ ഇടതുപക്ഷമാണെങ്കിൽ രാഷ്ട്രീയം നോക്കാതെ ഒരു സ്ത്രീ പൊതുജന മധ്യത്തിൽ പൊതു ഇടത്ത് വെച്ച് അപമാനിക്കപ്പെട്ടത് അൺകണ്ടീഷണലായിട്ട് ഒരു ഉപാധിയുമില്ലാതെ ആ സ്ത്രീക്കൊപ്പം നിൽക്കണം. നോക്കൂ വേണു, ഇവിടെ അതുമാത്രമൊന്നുമല്ല, ആ സ്ത്രീ അനുഭവിച്ചതെത്രയാ. അവരുടെ വീട് ജപ്തി വന്നപ്പോൾ ആ ജപ്തിയെ പോലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആ പാർട്ടി അവിടെ നടത്തി. ആ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തി അവരെ വലിയ വാല്യൂ ഉള്ളൊരു വീട് തുച്ഛമായ വിലയ്ക്ക് അവിടുത്തെ മാഫിയക്ക് വിറ്റു, ബ്രോക്കർമാർക്ക് വിറ്റു. അത് കഴിഞ്ഞ് അവർ അതിനേക്കാൾ 5 ഇരട്ടി വിലയ്ക്ക് അവർ വിൽക്കുന്നു. അതിൽ നിന്നും മിച്ചം പിടിച്ച്, ചെറിയ വീട് കിട്ടിയതിനു ശേഷം അതിൽ നിന്ന് മിച്ചം പിടിച്ച കാശ് സഹകരണ ബാങ്കിൽ കൊണ്ടുപോയിട്ടു. ആ പൈസ പോലും അവർക്ക് തിരിച്ചു കൊടുക്കുന്നില്ല. ഇവരെ കൃത്യമായിട്ട് കോർണർ ചെയ്യുന്ന രീതിയിൽ ഈ പറയുന്ന 25 വർഷത്തെ CPM-നകത്തുള്ള പ്രവർത്തനം പാരമ്പര്യമുള്ള ആ സ്ത്രീയെ അവരെ കൃത്യമായി സൈഡ് ലൈൻ ചെയ്യുന്ന രീതിയിൽ, കോർണർ ചെയ്യുന്ന രീതിയിൽ വന്നപ്പോഴാണ് അവർ പരാതി കൊടുക്കുന്നത്. അപ്പോൾ പോലും പുറത്തു വന്ന് പറഞ്ഞില്ല. ബ്രാഞ്ച് കമ്മിറ്റിയിൽ പരാതി കൊടുത്തു, ലോക്കൽ കമ്മിറ്റിയിൽ പരാതി കൊടുത്തു, സംസ്ഥാന നേതൃത്വത്തിന് പരാതി കൊടുത്തു. അവർ ആത്മഹത്യ ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് അവർ ഇന്ന് ഈ നേതൃത്വം രക്ഷപ്പെടുകയല്ലേ NM വിജയന്റെ കേസിൽ അതേ വാദമെടുത്ത് വെച്ചാൽ. എന്നിട്ട് അവരോട് അവരുടെ പാർട്ടി സംസാരിക്കുക പോലും ചെയ്യാത്ത സാഹചര്യമുണ്ടായി. അവർക്ക് അപ്രഖ്യാപിത ഊരുവിലക്ക് പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനൊടുവിലാണ് അവരൊരു തീരുമാനമെടുക്കുന്നത്. ആ തീരുമാനത്തെയാണ് ഇത്തരത്തിൽ ചെയ്തത്. എന്നിട്ട് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറയുകയാണ്. നോക്കൂ വേണു, ഇന്ന്
എറണാകുളത്ത് 4 വയസ്സുള്ള ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടതിന്റെ വാർത്ത പുറത്തു വന്നു. 6 ദിവസമായി FIR ഇട്ടിട്ട്. ആരാ പ്രതി? ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗം 4 വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിച്ചിട്ട് അവർക്ക് സംരക്ഷണം ഒരുക്കുകയാണ്. ആ കുടുംബം പറയുകയാണ്, ദാ പാർട്ടി സംരക്ഷണം ഒരുക്കിയിരിക്കുന്നു, പാർട്ടി സംരക്ഷണം ഒരുക്കി ഈ പ്രതിയെ സംരക്ഷിച്ചിരിക്കുകയാണ് എന്ന് ആ 4 വയസ്സുള്ള കുട്ടിയുടെ മാതാപിതാക്കൾ പറയുകയാണ്. അപ്പോ CPM കാരനായാൽ, സഖാവായാൽ എന്തും ചെയ്യാം എന്നുള്ളതാണ്. നിലമ്പൂരെ രാധയുടെ വിഷയമൊന്നും എടുത്തുകൊണ്ട് ചിത്രരഞ്ജൻ സഖാവെ വരണ്ട. അവിടെ ഒരു സംഭവം ഉണ്ടായപ്പോൾ പരിപൂർണമായിട്ട് നിയമത്തിന് വഴങ്ങിയതാണ്. ആ നിയമത്തിന് വഴങ്ങി അതിൽ കുറ്റക്കാരായിട്ടുള്ളവരെ ശിക്ഷിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരിക്കലും ഖജനാവിലെ പണം എടുത്തുകൊണ്ട് അവിടെ ആരെങ്കിലും സംരക്ഷിക്കാൻ സുപ്രീം കോടതി വരെ പോയിട്ടില്ല. തലപിളർന്ന് കൊന്ന നിങ്ങൾ കൊന്ന ആൾക്കാരെ, പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പോയ പോലെ ഇല്ലേ? ഷുഹൈബിനെയും കൃപേഷിനെയും ശരത് ലാലിനെയും ഒക്കെ കൊന്നവരെ സംരക്ഷിക്കാൻ പോയ പോലെ ഞങ്ങൾ പോയിട്ടില്ല. ഞങ്ങൾ വളരെ കൃത്യമായി നിയമത്തിന് വഴങ്ങി, ആ നിയമത്തിൽ വഴങ്ങി അതിൽ കുറ്റക്കാരായിട്ടുള്ളവരെ ശിക്ഷിച്ചിട്ടുണ്ട്. ഈ നാട്ടിൽ യാതൊരു കുറ്റകൃത്യവും ചെയ്യാത്ത അല്ലെങ്കിൽ ഒന്നും ദുർനടപ്പില്ലാത്തവരാണ് കോൺഗ്രസ് ഉള്ളതെന്ന് എനിക്ക് അഭിപ്രായമില്ല. അവിടെ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നത്തിന് പരിപൂർണമായിട്ട് നിയമത്തിന് വഴങ്ങുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നത്. അത് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ചെയ്തിട്ടുള്ളത് അതാണോ? നിങ്ങൾ ചെയ്തിട്ടുള്ളത് ഈ പ്രതികൾക്കൊപ്പം നിന്നുകൊണ്ട് 4 വയസ്സ് ഉള്ള പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന പ്രതിയെ പോലും നിങ്ങൾ ചിറകിനിടയിൽ സംരക്ഷിക്കുകയാണ്. ഒരു സ്ത്രീയെ വസ്ത്രാക്ഷേപം നടത്തി പൊതുരംഗത്ത് അപമാനിച്ചിട്ട് അതിനെ ന്യായീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, സ്വന്തം വകുപ്പ്, സ്വന്തം പോലീസ് കേസെടുത്തപ്പോൾ അതിന്റെ മെറിറ്റിനെ പോലും തള്ളിപ്പറയുന്ന മുഖ്യമന്ത്രിയാണ്. ഇതൊരു കൗൺസിലറിൽ ഒതുങ്ങുന്നില്ല. ഇതൊരു കൗൺസിലറിൽ ഒതുങ്ങുന്നില്ല. അങ്ങേക്കറിയാമല്ലോ നിയമസഭയിൽ KK രമയുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങൾ. അല്ലല്ല, KK രമയുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങൾ അല്ലേ? അന്നും ഈ സ്പീക്കർ തന്നെയായിരുന്നു വിവാദ കേന്ദ്രം. സ്പീക്കറിന്റെ ഓഫീസിന് മുന്നിൽ ഒരു പ്രതിഷേധമുണ്ടായി, രമസഖാവ് അടക്കം. എന്നിട്ട് ആക്രമിക്കപ്പെട്ടു. അന്ന് ഇവർ പറഞ്ഞത് എന്താണ്? രമസഖാവ് ഒരു തരത്തിലുള്ള മുറിവും ഏറ്റിട്ടില്ല, അവർ നാട്യം കാണിക്കുകയാണ് എന്ന്. പിന്നീട് റിപ്പോർട്ട് വന്നില്ലേ, മെഡിക്കൽ റിപ്പോർട്ട് വന്നില്ലേ? ഇന്നിപ്പോൾ CPM-കാർ ഘോഷിക്കുന്നുണ്ടല്ലോ, ഈ കലാരാജു ആദ്യം പോയത് സർക്കാർ ആശുപത്രിയാണ്, അപ്പോൾ അവർക്കൊരു കുഴപ്പവുമില്ല, വൂണ്ട് സർട്ടിഫിക്കറ്റിൽ ഒരു കുഴപ്പവുമില്ല. പിന്നെ കോൺഗ്രസിന്റെ ഭരണത്തിലുള്ള ഒരു ആശുപത്രിയിൽ പോയി ചികിത്സ തേടിയതിനു ശേഷമാണ് ഈ കഥ മുഴുവൻ മെനഞ്ഞത് എന്ന് രമയ്ക്കെതിരെ മുൻപ് പറഞ്ഞതൊക്കെ ഇന്ന് ഈ കാര്യങ്ങൾ ആവർത്തിക്കുന്ന നേതാക്കന്മാർ ഓർക്കുന്നത് നല്ലതായിരിക്കും. ശ്രീ PP ചിത്തരഞ്ജൻ, ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു രാഷ്ട്രീയവാദമുണ്ടല്ലോ, ഇങ്ങനെ കൂറുമാറുകയാണ് എങ്കിൽ രാജിവെച്ച് പോകണമായിരുന്നുവെന്ന്. അതിന് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവും കുഴൽനാടനും 2 സന്ദർഭങ്ങൾ ഉദാഹരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് സഭയ്ക്കകത്ത്, കുഴൽനാടൻ മീഡിയ റൂമിൽ. രണ്ടും പറയാം. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, വ്യവസായ മന്ത്രി P രാജീവിന്റെ മണ്ഡലത്തിൽ കരിമാലൂർ പഞ്ചായത്തിൽ ഞങ്ങളുടെ ഒരു അംഗം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മാറ്റി വോട്ട് ചെയ്ത് അപ്പുറത്ത് വന്നു. CPM എന്താ ചെയ്തത്? അവനോട് പോയി രാജിവെക്കാനാണോ പറഞ്ഞത്? CPM ഉച്ച കഴിഞ്ഞ് നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഈ കാലുമാറ്റക്കാരനെ വൈസ് പ്രസിഡന്റാക്കി. രാവിലെ കാലുമാറിയവനെ ഉച്ച കഴിഞ്ഞപ്പോൾ വൈസ് പ്രസിഡന്റാക്കിയ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമല്ലേ നിങ്ങൾ? അതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ചോദ്യം. മീഡിയ റൂമിൽ ഈ പറയുന്ന കുഴൽനാടൻ പറയുന്നത്. 18-ാം തീയതിയാണ് കൂത്താട്ടുകുളത്തെ അവിശ്വാസ പ്രമേയം ഉണ്ടാകുന്നത്. 15-ാം തീയതി കൂത്താട്ടുകുളത്തിനടുത്ത് പായിപ്ര ഗ്രാമപഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ചു വന്ന വിജി പ്രഭാകരൻ എന്ന സ്ത്രീയെ CPM മറുകണ്ഠം ചാടിച്ച് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കി. CPM അവർക്ക് വോട്ട് ചെയ്ത് അവരെ വൈസ് പ്രസിഡന്റാക്കി 3 ദിവസം മുൻപ്. മറുപടി ശ്രീ ചിത്തരഞ്ജൻ. വേണു രണ്ട് കാര്യം ഞാനോട് പറയാം. ഒറ്റ സെക്കൻഡ് ചിത്രരഞ്ജൻ ഒന്ന് വഴങ്ങുക. വേഗം രാജു, സമയം കളയരുത്, അദ്ദേഹത്തിന്റെ സമയമാണ്. 2024 ജാനുവരി 31 കൊപ്പം പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ അംഗത്തെ മറുകണ്ഠം ചാടിച്ച് അവിടെ ഭരണം നഷ്ടപ്പെടുത്തി. 2023 ജൂലൈ 27 ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസിന്റെ 2 അംഗങ്ങളെ മറുകണ്ഠം ചാടിച്ച് കോൺഗ്രസിന്റെ ഭരണം നഷ്ടപ്പെടുത്തി. ഇതെല്ലാം രാജിവെച്ചിട്ടാണോ പോയത്? ഇവിടെ വിജി പ്രഭാകരന്റെ മേൽവസ്ത്രത്തിനുള്ള ഉറപ്പ് എന്ന് പറയുന്നത് CPM-ന് സഹായകമായ നിലപാടെടുത്തു എന്നതാണ്. അതാണ് പ്രശ്നം. ശ്രീ ചിത്തരഞ്ജൻ, അങ്ങയുടെ മറുപടി. അതെ, നിങ്ങൾ 4 പേർക്കാണ് ഞാൻ മറുപടി പറയേണ്ടത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം തരുന്ന സമയം കൂടെ നിങ്ങൾ എടുത്താലോ? നിങ്ങൾ 4 പേരല്ലേ ഞാൻ നേരിടേണ്ടത്, ഒറ്റക്കൊരാളല്ലേ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് എനിക്കൊരല്പം സമയം തരണം, ഒന്ന് ശല്യപ്പെടുത്താതെ എനിക്ക് പറയാനുള്ള ഒരു അവസരം തരണം. ഇവിടെ
ആധുനിക ദുശാസന്മാരെന്നൊക്കെ പറഞ്ഞല്ലോ നിങ്ങൾ നിയമസഭയിലും. അപ്പോൾ വീണാ ജോർജ് എന്തോ കുഴപ്പം കാണിച്ചെന്ന് മുതൽ എന്തായിരുന്നു വീണാ ജോർജ് പറഞ്ഞത്? അവിടെ ബഹളമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചില MLA-മാരുടെ പഴയകാല ചരിത്രമുണ്ടല്ലോ, അതാണ് അവർ ഓർമ്മപ്പെടുത്താനൊന്ന് ആഗ്രഹിച്ചത്. കാരണം അപ്പുറത്തിരിക്കുന്ന കുറേ MLA-മാരെ സംബന്ധിച്ചിടത്തോളം ആ ചരിത്രമൊന്നും ഞാൻ പറഞ്ഞ് എൻ്റെ സഹപ്രവർത്തകരെ ഒന്നും ചീത്തയാക്കുന്നില്ല. സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ചും സ്ത്രീകൾക്കുള്ള സംരക്ഷണത്തെക്കുറിച്ചും ഒക്കെ വാചാലമായി പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി വരും. അതൊന്നും പറയാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ആനന്ദ് കൊച്ചുകൂടി മുഖ്യമന്ത്രിയുടെ ആർജവൊന്നും നോക്കണ്ട കേട്ടോ. അദ്ദേഹത്തിൻ്റെ ആർജവം അദ്ദേഹം തെളിയിക്കേണ്ട സമയത്ത് എല്ലാം തെളിയിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ വൈകുന്നേരത്തെ ചർച്ചയ്ക്ക് വരുന്ന കുറേ ആൾക്കാരും അല്ലെങ്കിൽ കുറേ മാധ്യമപ്രവർത്തകരും കൂടി കുറേ ശ്രമം നടത്തിയിട്ടുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ആർജവത്തെക്കുറിച്ച് ഇച്ഛാശക്തിയെക്കുറിച്ചൊക്കെ നോക്കാൻ വേണ്ടി. എന്നിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും നടന്നോ? അദ്ദേഹം ആർജവത്തോട് തന്നെ കാര്യങ്ങൾ നിറവേറ്റിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളെല്ലാവരും കൂടെ വൈകുന്നേരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കവലമുണ്ടല്ലോ, അത് വേറെ വല്ലവരുമാണെങ്കിൽ ഈ കേരളത്തിന് വേണ്ടി പിടിച്ചു നിൽക്കുമോ? അപ്പം അതുകൊണ്ട് നിങ്ങൾ ഓരോ കഥകൾ മെനഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലുള്ളത്രയും സ്ത്രീ സുരക്ഷ എവിടെയാ ഉള്ളത്? ഏറ്റവും അവസാനം ഈ ഗവൺമെന്റിനെ അഭിനന്ദിച്ചുകൊണ്ട് ആ ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് വധശിക്ഷ വിധിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി തന്നെ എന്താ പറഞ്ഞത്? ഈ കേരളത്തിലെ പോലീസിന്റെ അന്വേഷണത്തെ സംബന്ധിച്ചും കേരളത്തിലെ ആ കാര്യത്തിലുള്ള വളരെ വ്യക്തമായിട്ടുള്ള നിലപാടുകളെ സംബന്ധിച്ചാണ്. ഒരു സംശയം വേണ്ട, ഇവിടെ സിനിമാ നടിയെന്നോ അല്ലെങ്കിൽ ഏറ്റവും പാവപ്പെട്ടവനെന്നോ ഒരു വ്യത്യാസമില്ല. ഒരു വലിയ സിനിമാ താരത്തെ സംരക്ഷിക്കാൻ വേണ്ടി കോൺഗ്രസിനെ പല നേതാക്കന്മാർ ശ്രമിച്ച കേസുണ്ടല്ലോ കേരളത്തിൽ. അതും എന്നെ കൊണ്ട് പേരൊന്നും പറയിക്കണ്ടല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അവിടെയും എടുത്തൊരു നിലപാട് എന്താണ്? ഏതെങ്കിലും സമ്മർദ്ദത്തിന് പണിയാണോ? ഒരു സംശയവും വേണ്ട. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്, പോലീസ് അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകും. കേസുണ്ട്, 4 പേരെ അറസ്റ്റ് ചെയ്ത് ഇനിയുമുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യും പോലീസ്. അതെല്ലാം അതിൻ്റെ വഴിക്ക് തന്നെ പോകും. എന്നാൽ കേരളത്തിലുള്ളത്രയും സുരക്ഷിതത്വം എവിടെയാ ഉള്ളത്? നിങ്ങളുടെ ചർച്ച കേട്ടാൽ ഈ കേരളത്തിൻ്റെ മണ്ണിൽ സ്ത്രീകൾക്കാർക്കും ഒരു രക്ഷയില്ല എന്ന് തോന്നുന്ന നിലയിൽ അങ്ങനെ ഒരു കാടടച്ച് വെടിവെക്കാവോ? ഓരോ സംഭവത്തെയായിട്ട് നമുക്ക് പരിശോധിക്കാം. ഇവിടെ കലാരാജുവിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറഞ്ഞതുപോലെ അവിടെ എവിടെയാണ് റിയൽ എസ്റ്റേറ്റ് നടന്നത്? എൻ്റെ രാജു പറഞ്ഞ് കഥകൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച്, എന്തായാലും ഒരു ചർച്ചയാണല്ലോ, ചർച്ചയ്ക്ക് വരുമ്പോൾ കാര്യങ്ങൾ എടുക്കണമല്ലോ. അതുകൊണ്ട് അവർ 10 ലക്ഷം രൂപ ലോൺ എടുത്തു. ഒരു പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ ഇടപെട്ട് എല്ലാവർക്കും കിട്ടുന്ന നീതി, അത് അവർക്ക് മാത്രമല്ല, പലിശയും പിഴപ്പലിശയും ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ ഭാഗമായി കുറച്ച് 4,12,792 രൂപ അവർക്ക് ഒഴിവാക്കി കൊടുത്തു. അത് അവർ കൗൺസിലർ ആയതുകൊണ്ടല്ല, ഏതൊരാളിനും കിട്ടുന്നതാണ്, ഇടപെടാൻ ചേട്ടല്ല. പിന്നെ റിസ്ക് ഫണ്ട് കിട്ടുമെങ്കിൽ കൊടുക്കാൻ ഞങ്ങളാണോ ഉത്തരവാദി? അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സഹായം അവർക്ക് വ്യക്തിപരമായി സാമ്പത്തികമായോ ഒക്കെ പ്രയാസം കാണാം, പ്രശ്നം കാണാം, അതെന്തു ആയിക്കോട്ടെ. പക്ഷേ അവര് ഇവിടെ പറഞ്ഞ കാര്യങ്ങളിൽ അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതാണ് ഞാൻ. ഒറ്റ സെക്കൻഡ് ശ്രീ ചിത്രരഞ്ജൻ, ഞാൻ അങ്ങയുടെ അവസരം കളയുകയല്ല. ഒറ്റ സെക്കൻഡ് അല്ലല്ല, ആ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു സെക്കൻഡ് മുഴുവൻ വിവരങ്ങളും അങ്ങ് ശേഖരിച്ചിട്ടുണ്ടോ ശ്രീ ചിത്രരഞ്ജൻ? അല്ല, ഒരു സെക്കൻഡ് 15 സെന്റ് സ്ഥലം ഈട് വെച്ച്, ഒരു സെക്കൻഡ് സാർ, 15 സെന്റ് സ്ഥലം ഈട് വെച്ച് 10 ലക്ഷം എടുത്തിരുന്നു അവർ, ശരിയാണ്. പക്ഷേ ഈ ബാധ്യതകൾ നിങ്ങൾ ഇടപെട്ട് എങ്ങനെയാണ് ഒഴിവാക്കി കൊടുത്തത് എന്നതിൻ്റെ മുഴുവൻ കഥയും പറയൂ. അവിടെ 6 ലക്ഷം രൂപ വരെ വില പറഞ്ഞ ഭൂമിയാണ് ഒരു സെന്റിന്, അല്ലേ? എന്നിട്ട് ആ 15 സെന്റും അതുകൂടാതെ ഒരു 15 സെന്റും കൂടെ ചേർത്ത്, അതായത് കലാരാജുവിൻ്റെ ഭർത്താവിൻ്റെ അമ്മയുടെയും പേരിലുള്ള ഒരു 15 സെന്റ് കൂടെ ചേർത്ത് മൊത്തം 30 സെന്റ് ഭൂമിയുടെ കച്ചവടം നടത്തി. 30 സെന്റ് ഭൂമിയുടെ കച്ചവടം നടത്തിയത് ആരുടെ നേതൃത്വത്തിൽ? ഈ ഏരിയ കമ്മിറ്റിയിലെ നേതാവായിരുന്ന, ഒരു സെക്കൻഡ്, ഈ ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്ന, ഒരു സെക്കൻഡ് ഇപ്പോൾ വൈസ് ചെയർമാനായ സണ്ണി അടക്കമുള്ളവരുടെ മധ്യസ്ഥതയിൽ. എന്നിട്ട് എന്താ സംഭവിച്ചത്? 3 ലക്ഷം രൂപ വെച്ചുകൊണ്ടാണ് അതിന്റെ വിൽപ്പന നടത്തിയത്. 3 ലക്ഷം രൂപ വെച്ചുകൊണ്ട്. എന്നിട്ട് അതേ വാങ്ങിയ ആളെ കൊണ്ട് അതിന്റെ ഇരട്ടി വിലയ്ക്ക് അതേ സ്ഥലം വിൽപ്പിക്കുന്നു. കമ്മീഷൻ എങ്ങോട്ട് പോയി? കലാരാജുവിന് ഒരുപാട് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. സാമ്പത്തിക ബാധ്യതകൾ കലാരാജുവിനുണ്ടെങ്കിൽ സാമ്പത്തിക നേട്ടത്തിന്റെ പട്ടികയിൽ ആരൊക്കെ? CPM ഞാൻ പറഞ്ഞല്ലേ, നിങ്ങൾ ഉണ്ടാക്കിയ തിരക്കഥയുണ്ടല്ലോ. നിങ്ങൾ ഇന്നിപ്പോ കലാരാജുവിനെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന വേണു അടക്കമുള്ളവരുടെ ചർച്ചയുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, സന്ദർഭവശാൽ നിങ്ങൾക്ക് ഇന്ന് സഭയിൽ ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ 2 ദിവസക്കാലം പിന്നെ NM വിജയൻ എന്ന് പറയുന്ന
കോൺഗ്രസിന്റെ നേതാവ് എഴുതി വെച്ച കത്തോ സുൽത്താൻ ബത്തേരിയിലെ ബാങ്കിൽ അവിടെ നടന്ന തട്ടിപ്പോ, ആ തട്ടിപ്പ് അവിടെ ഇന്റർവ്യൂ നടത്താതെ 9 എണ്ണത്തിന് നിയമിച്ചതോ പരീക്ഷ എഴുതാതെ 8 എണ്ണത്തിന് നിയമിച്ചതോ അതടക്കമുള്ള സംഭവങ്ങളെ കുറിച്ച് ഒരു ദിവസക്കാലം ചർച്ച ചെയ്യാൻ നമ്മുടെ മീഡിയകൾ തയ്യാറായോ? ഒരു കുടുംബത്തിന്റെ നിസ്സഹായാവസ്ഥ ചർച്ചയൊക്കെ നടത്തിയതാണ്. അങ്ങ് തുടർന്നോളൂ. ചർച്ചയൊക്കെ നടത്തിയതാണ്. പ്രവർത്തിച്ച ഒരാള് തന്റെ ഭിന്നശേഷിക്കാരനായ കുഞ്ഞിന് വിഷം കൊടുത്ത കൊലപ്പെടുത്തിയതിനു ശേഷം ഹൃദയസ്പർശിയായ ഒരു കത്തെഴുതി വെച്ചിരിക്കുന്നു. എനിക്ക് പോലീസിൽ സെലക്ഷൻ കിട്ടിയിരുന്നതാണ്, ഞാൻ പോയില്ല, എന്നെ വിട്ടില്ല കോൺഗ്രസ്, കാരണം ഞാൻ നല്ല പൊതുപ്രവർത്തകനാണെന്നുള്ളത് കൊണ്ട്. അവിടെ മുതൽ ഇങ്ങോട്ട് അദ്ദേഹം എഴുതി വെച്ചിരുന്ന കത്തും ആ കുടുംബം അനുഭവിച്ചു വന്ന വിഷമവും വേദനയും, ഞങ്ങൾ അതിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയത് മരണപ്പെട്ടവരെ ആക്ഷേപിക്കുവാൻ തയ്യാറായ കോൺഗ്രസിന്റെ നേതാക്കന്മാര് ആക്ഷേപിക്കാൻ തയ്യാറായപ്പോൾ ഞങ്ങളെ വീട്ടിലാണോ പോയത്? DCC ഓഫീസ് പോലീസ് കയറിയുന്ന DCC ഓഫീസ് പോലീസ് കയറിയുന്ന 7 മണിക്കൂർ കലാരാജുവിനെ ബന്ദിയാക്കിയിട്ട 7 മണിക്കൂർ കലാരാജുവിനെ ബന്ദിയാക്കിയിട്ട കൂത്താട്ടുകുളം ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ പടി ചവിട്ടുമോ പോലീസ്? പടി ചവിട്ടുമോ പോലീസ്? സുഹൃത്തെ, ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ 4 പേര് പറഞ്ഞിട്ട് ഞാനിവിടെ അനങ്ങാതിരിക്കുകയല്ലേ ചെയ്തത്. ഞാൻ പറയുന്നത് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് പറയാലോ. നിങ്ങൾ എന്തിനാണ് എന്നെ വിഷയത്തിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഇടപെടുന്നത്? ഞാൻ പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് അഭിപ്രായം പറയാം, അതിന് നിങ്ങളുടെ കയ്യിലല്ലേ മീക്കുള്ളത്. പക്ഷെ എന്നെ കൊണ്ട് പറയിപ്പിക്കത്തില്ലെങ്കിലോ? ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾക്ക് പൊള്ളുന്ന കാര്യം പറയുമ്പോൾ വിഷയം മാറ്റാൻ നോക്കുകയാണോ? നിങ്ങൾക്ക് പൊള്ളുന്ന കാര്യം പറയുമ്പോൾ വിഷയം മാറ്റാൻ നോക്കുകയാണോ? വയനാട്ടിലെ ഉണ്ടായ സംഭവം ഈ കേരളത്തിലെ മനസ്സാക്ഷിയെ ഞെട്ടിച്ചതല്ലേ? എന്താ ചെയ്തത്? ആ ചെയ്ത കോൺഗ്രസും അവരാണ് ഇവിടെ കേരളത്തിൽ മാനസിക മൂല്യത്തെക്കുറിച്ച് എന്താ പറയുക, കേരളത്തിലെ സദാചാരബോധത്തെക്കുറിച്ചും അതുപോലെ സ്ത്രീ സുരക്ഷയെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും ഒക്കെ പറയല്ലേ? ഈ നാട് കണ്ടതല്ലേ? ഒരു ചെറുപ്പക്കാരൻ ഒരു വിദ്യാർത്ഥിയെ കൊന്നപ്പോൾ ആ കൊന്ന കൊലയാളിയെ സംരക്ഷിക്കാൻ പരസ്യമായി അഭിപ്രായം പറഞ്ഞ ആളല്ലേ കേരളത്തിലെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ? ഇരന്ന് വാങ്ങിയ മരണമാണെന്നല്ലേ പറഞ്ഞതാ, മറന്നുപോയോ? നിങ്ങൾ ഏറ്റവും ശക്തമായി സംരക്ഷിച്ച, നിങ്ങൾ ഏറ്റവും ശക്തമായി വാദിച്ച അഭിമന്യു കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ ശ്രീ ചിത്തരഞ്ജൻ? അഭിമന്യു കേസിന്റെ അവസ്ഥ എന്താ? 4 കൊല്ലമായി വിചാരണ നടപടികൾ നീണ്ടുപോകുന്നു. കോടതിയെ സമീപിച്ചിരിക്കുന്നത് ആരാണ്? ഭൂപതി. അവരാരാണ്? അഭിമന്യുവിന്റെ അമ്മ. അല്ല, ഒരു സെക്കൻഡ് നിഖിൽ പൈലിയുടെ കാര്യം പറയുന്ന അതേ നാവുകൊണ്ട് ഭൂപതിക്കൊരു മറുപടി കൊടുക്ക്. നിഖിൽ പൈലിയുടെ കാര്യം പറയുന്ന അതേ നാവുകൊണ്ട് ഇടുക്കിയിൽ തന്നെയുള്ള അഭിമന്യുവിന്റെ അമ്മയ്ക്കൊരു മറുപടി കൊടുക്ക്. എന്തിന് അവര് കോടതി കയറുകയാണെന്നേ. ഈ വിചാരണ അല്ലല്ല, ഈ വിചാരണ നടപ്പാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവര് കോടതി കയറുകയാണ്. അതൊന്നുമില്ല. അഭിമന്യുവിന്റെ കുടുംബത്തെ സംരക്ഷിക്കുവാനും കേസ് നടത്തുവാനും ആ കുടുംബത്തെ സംരക്ഷിക്കുവാനും എല്ലാം ചെയ്യുന്നത് ഞങ്ങളുടെ പ്രസ്ഥാനമാണ്. എല്ലാം ചെയ്യുന്നുണ്ട്. എറണാകുളത്ത് അത് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. എറണാകുളത്ത് അഭിമന്യുവിന്റെ പേരിൽ പിരിച്ച പൈസയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അല്ലല്ല അഭിമന്യുവിന്റെ പേരിൽ പിരിച്ച പൈസയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, അഭിമന്യുവിന്റെ പേരിൽ ഉയർന്ന കെട്ടിടം വാടകയ്ക്ക് കൊടുത്തതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ, ഇതെല്ലാം ഉണ്ട് കൂടെ. അതുകൊണ്ട് അത് വിട്ടേര്. നിഖിൽ പൈലി എന്ന് പറയുന്ന കേസിലെ പ്രതിയെ കൊണ്ടു നടക്കാൻ ഒരു മടിയുമില്ലാത്ത എൻ്റെ കുട്ടികളെന്ന് പറയുന്ന KPCC പ്രസിഡന്റുള്ളൊരു നാടാണ് ഇവിടെ. അദ്ദേഹത്തിനെല്ലാം സംരക്ഷണമുണ്ട്. നിങ്ങൾ മറ്റുള്ളവർക്കെല്ലാം ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രത്യേക ഒരു സംരക്ഷണവും വേണ്ട. നിങ്ങളുടെ ഒരു സംരക്ഷണത്തിനുമല്ല ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങളൊരു ചർച്ച സംഘടിപ്പിക്കുമ്പോൾ ആ ചർച്ചയിൽ ഒരു സാമാന്യം പുലർത്തേണ്ട ഒരു നിഷ്പക്ഷത കാണിക്കണമല്ലോ. അങ്ങനെയെങ്കിലും തോന്നണമല്ലോ പ്രേക്ഷകർക്ക്. അതുണ്ടായിട്ടുണ്ടോ? ഈ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എത്ര അധികമാണ് ആക്ഷേപിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളത്തിൽ ഇതാണോ നടന്നുകൊണ്ടിരിക്കുന്നത്? ഒരു കലാരാജു എന്ന് പറയുന്ന കൗൺസിലറുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തിൽ തെറ്റ് ചെയ്തിട്ടുള്ളവർ ആരായാലും ശിക്ഷിക്കപ്പെടണം. ഇല്ലില്ല, ഇങ്ങനത്തെ പൊതുപ്രസ്താവനകളുടെ കാര്യമില്ല. അത് മാത്രമാണോ കലാരാജുവിന്റെ പരാതിയിൽ? ശരി, രാജു വേഗം. ഇതൊന്നുമല്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഭയങ്കരമായിട്ട് ബഹുമാനപ്പെട്ട MLA വാളയാർ കേസ് ബഹുമാനപ്പെട്ട MLA എറണാകുളത്ത് മാഞ്ഞാലിയിൽ 4 വയസ്സുള്ള കുട്ടിയെ ലൈംഗികമായ അതിക്രമം നടത്തിയ
PK സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ബ്രാഞ്ച് കമ്മിറ്റി അംഗം എവിടെ? അങ്ങ് മറുപടി പറയോ? 6 ദിവസം കുറിച്ച് പറയില്ലേ? എന്നിട്ട് പിന്നെ എവിടെ? എന്നിട്ട് എവിടെ ആ മാതാപിതാക്കൾ പറയുന്നു നിങ്ങൾ സംരക്ഷിക്കുന്നു? സംരക്ഷിക്കുന്നു. അതാ പറഞ്ഞത് സിപിഎമ്മിന്റെ ജില്ലാ നേതൃത്വം സംരക്ഷിക്കുന്നു എന്നാണ് മാതാവ് പറഞ്ഞത്. നിങ്ങളുടെ ഏറ്റവും മികച്ച പോലീസ് 4 വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിച്ച പ്രതിയെ 6 ദിവസമായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ള കാരണമുണ്ട് സിപിഎമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്. ആ ഒറ്റ കാരണം കൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അറിയാവോ? നിങ്ങൾ ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പൊള്ളത്തരം പറയരുത്. ഈ നാട്ടിൽ കുഞ്ഞുങ്ങൾക്ക് പോലും രക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. ജയിലിന് മുമ്പിൽ കയറുമ്പോ റീൽസ് ഇടുകയാണ് കുറ്റവാളികൾ. ജയിലിന് മുമ്പിൽ റീൽസ് ഇടുമ്പോ നോക്കിക്കൊണ്ടിരിക്കുന്ന പോലീസ് ഈ നാട്ടിൽ വിശ്വസിക്കാൻ പോകുന്നില്ല. ഈ നാട് വിശ്വസിക്കാൻ പോകുന്നില്ല. സമ്പന്നരായാലും പാവപ്പെട്ടവരായാലും ഏതൊരാളായാലും ഒരുപോലെ വിളിച്ചു പറയരുത്. ഈ കേരളത്തിൽ നടക്കില്ല. നിങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കും പറയുന്നത്. ഇവിടെ സംരക്ഷിക്കുന്നില്ല. ഇവിടെ കേരളത്തിൽ പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ നടക്കുന്നില്ല. ഏത് പ്രഭാരിയാണേലും അവർ അകത്താണ്. ഏത് പ്രഭാരിയാണേലും അകത്താണ്. അത് കേരളം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സമ്പന്നരായാലും പ്രഗത്ഭരായാലും ഈ കേരളം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവരെ തൂക്കി കൽത്തുറങ്ങിലെടുത്ത കേരളമാണ് പിണറായി വിജയന്റെ കേരളം. ശരി 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 ഞാൻ ഇടപെടുകയാണ്. ശരി രണ്ടുപേരും ഒന്ന് സഹകരിക്കാം. എനിക്ക് ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. ഇടവേള. സഭയിലും വസ്ത്രാക്ഷേപമോ എന്ന സ്പെഷ്യൽ എഡിഷൻ ചർച്ച തുടരുകയാണ്. ശ്രീ NP ചെക്കുട്ടി, ഇവിടെ ഇപ്പോൾ 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ അവകാശവാദം. മുഖ്യമന്ത്രിയും ഇത് വലിയൊരു കാര്യമായി അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ അവിടെയും കാണുന്നൊരു കാര്യമുണ്ട്. കലാരാജു ആരെയൊക്കെ പറ്റിയാണോ പറഞ്ഞത്, അവരാണ് നേരിട്ട് ഈ കാര്യങ്ങൾ അനുഭവിച്ചത്. ആ കാര്യങ്ങളെല്ലാം അവർ പോലീസിനോട് പറഞ്ഞിട്ടുമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട ആരിലേക്കും ഇതുവരെ ഒരു നടപടിയും പോയിട്ടില്ല. എന്ന് മാത്രമല്ല, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ രതീഷാണ്. അവിടുത്തെ ഏരിയ സെക്രട്ടറിയോ മറ്റോ ആണ് അദ്ദേഹം. അയാൾ ഇന്നിപ്പോൾ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. കലാരാജുവിനെതിരായിട്ടുള്ള തെളിവുകളടക്കം പുറത്തുവിടുമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇനി അയാളെ തൊടുമോ പോലീസ്? 100ഓളം പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കോടതി ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ ഈ DYSP അവിടെ എല്ലാത്തിനും സാക്ഷിയായി നിന്നു. ഒരു പ്രത്യേക ഘട്ടത്തിൽ ഈ തട്ടിക്കൊണ്ടുപോകലിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഏർപ്പാടാക്കി. അയാളുടെ മുന്നിലേക്ക് ഈ കലാരാജുവിൻ്റെ മക്കൾ പരാതിയുമായി എത്തുന്ന ഘട്ടം വരെ അനങ്ങിയില്ല. അതിനു മുൻപ് UDFന്റെ പ്രവർത്തകർ ഈ കാര്യം ചൂണ്ടിക്കാട്ടുമ്പോൾ പരാതിയില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അയാൾ അവിടെ. എല്ലാം കഴിഞ്ഞതിന് ശേഷം 7 മണിക്കൂറിന് കഴിഞ്ഞിട്ടാണ് ഇത് വലിയ വാർത്തയാകുന്ന ഘട്ടത്തിൽ നിവർത്തി കെട്ടിയാൽ കെഞ്ചുന്നത് അവിടുത്തെ CPM നേതാക്കന്മാരോട് ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പരിഹാരം വേണമെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ ഇരിക്കുന്ന പോലീസ് സ്റ്റേഷൻ്റെ 500 മീറ്റർ അപ്പുറത്തുള്ള ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഇവരെ കൊണ്ടുവരികയാണ്. അപ്പോൾ എന്താണ് ഈ പോലീസ് സുരക്ഷ, സ്ത്രീ സുരക്ഷ എന്നൊക്കെ ശ്രീ ചിത്തരഞ്ജൻ ആവർത്തിക്കുകയും മുഖ്യമന്ത്രി അതിൻ്റെ മുഖമായി നിന്ന് പറയുകയും ചെയ്യുന്ന അവകാശവാദത്തിൻ്റെ വസ്തുത? ഒരു വസ്തുതയില്ല. കാരണം ഇത് കേരളത്തിൽ സാധാരണ നിലയിൽ നേരെ ചൊവ്വേ ചിന്തിക്കുന്ന, കേരളത്തിലെ പൊതുജീവിതത്തെ വീക്ഷിക്കുന്ന മുഴുവൻ ആളുകൾക്കും വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യം, കക്ഷി രാഷ്ട്രീയപരമായിട്ടുള്ള താല്പര്യങ്ങൾ നമ്മുടെ പോലീസിനെ വൻതോതിൽ ഭരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പോലീസിൻ്റെ കരങ്ങൾ ഇത്തരം കേസുകളിൽ പൂർണ്ണമായിട്ട് കെട്ടപ്പെട്ടതാണ്. അപ്പോൾ അത് പിന്നെ മലബാറിലൊക്കെ വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ നിരന്തരമായി കാണുന്നതാണ്. ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുന്ന പണി പാർട്ടി നേതാക്കന്മാർ ആണ് പ്രധാനമായിട്ട് ചെയ്തിരുന്നത്. അവരാണ് ലിസ്റ്റ് കൊടുക്കുന്നത്, അവരാണ് പ്രതികളെ തീരുമാനിക്കുന്നത്, അവരാണ് ഈ പ്രതികളെ കോടതി പോലീസിന് മുമ്പിൽ ഹാജരാക്കുന്നത്. ഒറിജിനൽ പ്രതികൾ മാറി നിൽക്കും, ഒറിജിനൽ പ്രതികൾക്ക് പകരം വ്യാജ പ്രതികൾ കൊണ്ടുവരും. ഈ തരത്തിലൊരു സംവിധാനം നിലവിലുള്ള നീതിന്യായ വ്യവസ്ഥയെ പൂർണ്ണമായിട്ടും തുരങ്ക വയ്ക്കുന്ന, അതിനെ അട്ടിമറിക്കുന്ന ഒരു ശാസ്ത്രീയമായ സംവിധാനം കുറേ കാലങ്ങളായിട്ട് നടക്കുന്നതാണ്. അതിൻ്റെ ബെനിഫിഷ്യറീസ് ഈ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നേതാക്കന്മാരായിട്ടുള്ള ആളുകളാണ്. ധാരാളം കേസുകളുണ്ട്. കണ്ണൂർ ഒരു നേതാവിനെതിരായിട്ട് 2 പെൺകുട്ടികളുടെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പാർട്ടിക്ക് നടപടിയെടുത്തു, പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് പുറത്തു കളഞ്ഞു.
പക്ഷേ അദ്ദേഹം ഇപ്പം പോലീസ് വകുപ്പിന്റെ ചുമതലയായിട്ട് തിരുവനന്തപുരത്തിരിക്കുകയാണ്. അപ്പോൾ മണ്ണാർക്കാട് ഒരു പെൺകുട്ടി, ഒരു LLB-കാരിയായ പെൺകുട്ടി, ഒരു ദളിത് പെൺകുട്ടി, അവര് ഒരു പ്രധാനപ്പെട്ട നേതാവിനെതിരായിട്ട് ആരോപണം ഉന്നയിച്ചു. അപ്പോൾ അവർ ഇപ്പോൾ യഥാർത്ഥത്തിൽ പൊതുരംഗത്തുനിന്നേ പുറത്തു പോകേണ്ടി വന്നു. മറ്റേ ആൾ വളരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലൊക്കെ ആയിട്ട് ഇപ്പോൾ വേറെ എന്തോ ഒരു ആരോപണമായിട്ട് അദ്ദേഹം പുറത്തേക്കുള്ള രൂപത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ തരത്തിൽ യഥാർത്ഥത്തിൽ പൊതുസമൂഹത്തിൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന പെൺകുട്ടികൾക്ക് ഒരു തരത്തിലും നീതി കിട്ടാത്ത ഒരവസ്ഥ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും CPM സംബന്ധിച്ച് അവരുടെ നേതാക്കന്മാരുമായിട്ട് ഇടപെടുന്ന കാര്യങ്ങളിൽ, അവരുടെ നേതാക്കന്മാർക്ക് താല്പര്യമുള്ള കേസുകളിൽ ഇത് വളരെ വ്യാപകമാണ്. കലാരാജുവിൻ്റെ അനുഭവം ഒരു പുതിയ അനുഭവമല്ല. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് CPM-നെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയും പാർട്ടി നേതാക്കളും അവരുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് നിൽക്കാത്ത ആളുകളെ ഈ തരത്തിൽ ഭേദ്യം ചെയ്യും. അതിന് പോലീസിൻ്റെ പിന്തുണയുണ്ടാവും. പോലീസിൽ നിന്ന് അവർക്ക് നീതി കിട്ടുകയില്ല. പോലീസ് ന്യായമായ കേസ് നടത്താത്ത കാലത്തോളം കോടതിയിലും അവർക്ക് നീതി കിട്ടുകയില്ല. പിന്നെ പൊതുസമൂഹത്തിൻ്റെ പിന്തുണ മാത്രമാണ് അവർക്കുള്ളത്. അവരെ മാപ്രകൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അപഹസിക്കാനും അവരെ ഇല്ലായ്മ ചെയ്യാനും അവരെ തകർക്കാനുമുള്ള കടുത്ത നീക്കങ്ങളാണ്. ഈ വിഷയങ്ങളിലൊക്കെ തന്നെ സത്യസന്ധമായ ഒരു പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ, സത്യസന്ധ നിലപാടെടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ആ പറയുന്ന ആളെ തകർത്ത് തരിപ്പണമാക്കാൻ, അല്ലെങ്കിൽ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിരന്തരമായി നമ്മൾ കാണുന്നതാണ്. ഇതൊരു വേദനാജനകമായ അവസ്ഥയാണ്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിൽ നിന്ന് അടുത്തൊന്നും നീതി കിട്ടുമെന്നോ മോക്ഷം കിട്ടുമെന്നോ ഞാൻ കരുതുന്നില്ല. ശരി, ശ്രീ ആനന്ദ്, ഇവിടെ ശ്രീ ചിത്തരഞ്ജൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒറ്റ വിഷയത്തിൽ മാത്രം നിന്നുകൊണ്ട് കാടടച്ച് വെടിവെക്കരുത് എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ ഇപ്പോഴുള്ളൊരു അനുഭവമുണ്ട്. ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട് ആ മധ്യമേഖല ജയിൽ DIG സസ്പെൻഷനിലാണ്, ജയിൽ സൂപ്രണ്ട് സസ്പെൻഷനിലാണ്. അയാൾക്ക് പിന്നെ ഒന്നിലധികം തവണ അത് കിട്ടിയെങ്കിലും അതിൽ നിന്നൊന്നും പഠിച്ചിട്ടില്ല അയാൾ, ഈ ജയിൽ സൂപ്രണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ സസ്പെൻഷനിലാണ്, നടപടികൾ എടുക്കുകയാണ് ആ കാര്യത്തിൽ. അപ്പോൾ പോലീസ് എന്ത് ചെയ്താലും സംരക്ഷിക്കും എന്ന നിലയുണ്ടോ കേരളത്തിൽ? അപ്പോഴും ഈ പറയുന്ന ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. ഒന്നാം പ്രതി ഏരിയ സെക്രട്ടറി ഈ പറയുന്ന രതീഷ് ഇപ്പോൾ ഇന്ന് കൂത്താട്ടുകുളത്ത് അദ്ദേഹത്തിൻ്റെ എല്ലാ രാഷ്ട്രീയ ശക്തിയും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാം പ്രതി മുനിസിപ്പൽ ചെയർപേഴ്സണാണ്, മൂന്നാം പ്രതി മുനിസിപ്പൽ വൈസ് ചെയർമാനാണ്, നാലാം പ്രതി LC സെക്രട്ടറിയാണ്. ഇങ്ങനെയാണ് കലാരാജു പറഞ്ഞിട്ടുള്ളത്, പ്രതിപക്ഷ നേതാവ് ഇന്ന് സഭയിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവരെയൊക്കെ പിടിച്ചകത്തിടും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി കൊണ്ടുവന്നിരിക്കുന്ന ആഖ്യാനമാണ് പൊളിയുക. മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഈ കേസ് എങ്ങനെ പോകണം എന്ന്. അങ്ങനെയുള്ള നിർദ്ദേശം തന്നെയല്ലേ ഇന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്? ശ്രീ ആനന്ദ്. തീർച്ചയായും ഇവിടെ പിണറായി വിജയൻ പറഞ്ഞാൽ പിന്നെ പോലീസിനാണെങ്കിലും ഈവൻ പാർട്ടി സെക്രട്ടറിക്ക് പോലും പിന്നെ വേറൊരു ഭിന്നാഭിപ്രായം പറയാനുള്ള ധൈര്യം ഇല്ലാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ടൊക്കെ പാർട്ടി സെക്രട്ടറി ആയിരുന്നു അവസാനമാക്കി. ഇപ്പോൾ മുഖ്യമന്ത്രി ഒരു കാര്യം പറയും, അതിനുശേഷം പിന്നെ പോലീസുകാർക്ക് അതിന് ഘടകവിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഒരാൾ നിരപരാധിയാണെന്ന് പറഞ്ഞാൽ അയാളെ പിടിച്ച് ജയിലിലിടാനോ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് അന്ന് കവചമൊരുക്കിയ കാര്യം ഓർക്കുന്നില്ലേ ഈ അദ്ദേഹത്തിൻ്റെ ഈ നവകേരള സർക്കസിൻ്റെ കാലത്ത്? അപ്പോൾ അതുപോലെയുള്ള ഒരു പ്രയോഗം തന്നെയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ മഹതി പ്രയോഗം, ഇത് അദ്ദേഹം ഇതിന് മുൻപും നടത്തിയിട്ടുള്ളതാണ്. അദ്ദേഹം പല വനിതകളെക്കുറിച്ചും ഈ മഹതി പ്രയോഗം KK രമയെ അടക്കം ഉൾപ്പെടെ ആക്ഷേപിച്ചുകൊണ്ട്, ഇവിടെ KK രമയ്ക്കാണെങ്കിലും അതുപോലെ മറ്റാർക്കെങ്കിലും ആണെങ്കിൽ ഇതുപോലെ ഉള്ള അവസ്ഥകളുണ്ടാവും. പക്ഷേ CPM-ന് വേണ്ടപ്പെട്ട ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് അതിൽ നിയമ നടപടിയെടുക്കും. പക്ഷേ ഒരു കാര്യം ഞാൻ ശ്രീ ചെക്കുട്ടിയോട് ഞാൻ വിയോജിക്കുന്നത്, ഇത് അധികകാലം ഇങ്ങനെ പോകും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഈ കേരളത്തിലെ ജനങ്ങളുണ്ടല്ലോ, അവർ 34 വർഷം ഒരു പാർട്ടിയെ ഈ ബംഗാളിലൊക്കെ അനുഭവിച്ചതുപോലെ അത്രയും മണ്ടന്മാരല്ല, അല്ലെങ്കിൽ അതുപോലെ അടിമ മനോഭാവമുള്ള ആൾക്കാരല്ല. അവരെ തെറ്റിദ്ധരിക്കരുത്. ഈ കൂത്താട്ടുകുളം എന്ന് പറയുന്നത് കണ്ണൂരൊന്നുമല്ല. എൻ്റെ വീട് വാഴക്കുളം, അവിടെ നിന്ന് ഒരു 10-15 കിലോമീറ്റർ അപ്പുറമാണ് ഈ കൂത്താട്ടുകുളം. ഇവിടെയൊക്കെ വളരെ ഈ നീതിയും ന്യായത്തിലും ഒക്കെ ഈ മലബാറിൽ എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷേ ഈ കൂത്താട്ടുകുളം പോലെയുള്ള സ്ഥലത്തൊക്കെ ഇതുപോലെയുള്ള ഗുണ്ടായുസം കാണിച്ചാൽ അടുത്ത തവണ പച്ച തൊടില്ല എന്നുള്ളതാണ് ഈ മധ്യ കേരളത്തിലെ ഒരു കാര്യം CPM-ന്റെ മുന്നിൽ വരാൻ പോകുന്നത്. അത് എനിക്ക് ചിത്തരഞ്ജൻ സഖാവിൻ്റെ ആലപ്പുഴയിലെ കാര്യം എനിക്കറിയില്ല, പക്ഷേ മധ്യ കേരളം പോലെയുള്ള സ്ഥലത്തൊക്കെ CPM ഇതുപോലെയുള്ള ഗുണ്ടായുസവുമായിട്ട് ഇറക്കിയാൽ അവരുടെ കാര്യം അത്ര ശുഭകരമാവില്ല. ശരി ശരി, പക്ഷേ ശ്രീ രാജു, പിന്നെ ചർച്ചയുടെ സമയം പൂർണ്ണ കഴിയണോണ്ട് വേഗം മറുപടി പറയണം. ശ്രീ രാജുവും ശ്രീ ചിത്തരഞ്ജനും. ശ്രീ രാജു, ഇങ്ങനെയൊക്കെയാണ് ജനവിധി ഇനി വരാൻ പോകുമ്പോൾ ഇവർക്ക് തിരിച്ചടി കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ പോലും ഇവിടെ നമ്മുടെ മുന്നിലുള്ളത് എന്താണ്? അടുത്ത വർഷം ഈ പറയുന്ന 2025 നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അവിടെ കൂത്താട്ടുകുളം വെച്ചുകൊണ്ട് ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയല്ലേ ഈ സർക്കാർ? തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇനി ഒരുപാട് നീക്കുപോക്കുകൾ ഉണ്ടാകേണ്ടതുണ്ട്, ഒരുപാട് ആലോചനകൾ നടക്കേണ്ടതുണ്ട്. അതൊക്കെ ഏത് തരത്തിലാകും ഈ സർക്കാർ സമീപിക്കുക പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട്?
പ്രത്യേകിച്ചും വനിതാ കൗൺസിലർമാരുമായി ബന്ധപ്പെട്ട്. അങ്ങനെ ഒരു ഭീഷണിയുടെ സ്വരം ഇതിലുണ്ടോ? അല്ല വേണു, അത് വളരെ കൃത്യമാണ്. കേരളത്തിൽ മുഴുവൻ ഭീതിയിൽ ആഴ്ത്തിക്കൊണ്ട് ജനങ്ങളെ വരുതിയിൽ നിർത്തുക എന്നുള്ള നയമാണ് പിണറായി വിജയൻ സ്വീകരിച്ചിട്ടുള്ളത്. ഇത് ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഉൾപ്പെടെ സംഘപരിവാറിൻ്റെ ആശയമാണ്. ജനങ്ങളെ ഭീതിപ്പെടുത്തി വരുതിയിൽ നിർത്തുക എന്നുള്ളത്. ആ ഭീതിപ്പെടുത്തി വരുതിയിൽ നിർത്തുക എന്നുള്ള RSSന്റെ നയം ഇന്ന് പിണറായി വിജയൻ കേരളത്തിൽ നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. വനിതകൾക്ക് പോലും ഇവിടെ സുരക്ഷിത, വനിത എങ്ങനെ നോക്കൂ, പുരുഷന്മാരായിട്ടുള്ളവർ എതിർ ശബ്ദം ഉയർത്തിയാൽ അവരെ വെട്ടിക്കൊല്ലും. വനിതകളാണെങ്കിൽ അവരെ പൊതുജനമധ്യത്തിൽ വസ്ത്രാക്ഷേപം നടത്തും. അതുകൊണ്ട് ഒരു സ്ത്രീയെ ഞാൻ ചോദിക്കട്ടെ, ഇത്രമാത്രം വലിയ ആർജവത്തോടുകൂടി CPM എന്ന് പറയുന്ന പ്രസ്ഥാനം എത്തരത്തിലാണ് വൈരാഗ്യം തീർക്കാൻ പ്രവർത്തിക്കുക എന്ന് ബോധ്യമുള്ള കലാരാജു അവരൊരു ഘട്ടത്തിൽ അതിനെ പ്രതിരോധിക്കാൻ ഇറങ്ങിയപ്പോൾ അവസാനം അവരെ തകർക്കാൻ കഴിഞ്ഞത് അവരുടെ പാവാടക്കുത്ത് അഴിക്കുക എന്നുള്ളതിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ചെയ്ത പണിയാണ്. ആ എതിർ ശബ്ദമായിട്ടൊരു വനിതയെ നിശബ്ദയാക്കാൻ അവസാനം മകന്റെ പ്രായമുള്ളവനെ കൊണ്ട് അവരുടെ പാവാടക്കുത്ത് അഴിപ്പിച്ച പാർട്ടിയുടെ പേര് CPM എന്ന് കാലം വിലയിരുത്തും. ആ ഭീഷണിക്ക് മുന്നിൽ കേരളം വഴങ്ങിക്കൊടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പുമല്ല പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം CPM അംഗങ്ങളായി ശരി ചിത്തരഞ്ജൻ വേഗം. അല്ല, ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇല്ലാത്ത കാര്യങ്ങളെ ഇവിടെ വന്ന് വികാരപരമായി അവതരിപ്പിക്കാൻ ആരാരുടെ പാവാട കുത്തടിച്ചെന്നാണ് പറയുന്നത്. നിങ്ങൾ എന്തൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും? നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. ചിലർ ശമിക്കുന്ന കണ്ടു, ഏതാ ഇനി ഒരിക്കലും വരത്തില്ല. പിന്നെ ഈ മഹാന്മാരെല്ലാം കൂടെ സഹായിച്ചല്ലേ ഞങ്ങളിങ്ങ് വന്ന അധികാരത്തിൽ. നിങ്ങൾ അന്നും വൈകുന്നേരം ഇരുന്ന് കുത്തിയിരുന്ന് ചർച്ച ചെയ്തായിരുന്നു. മന്ത്രിസഭ ഉണ്ടാക്കിയായിരുന്നു കോൺഗ്രസ്, പേഴ്സണൽ സ്റ്റാഫിനെ ഉണ്ടാക്കിയായിരുന്നു. ഇപ്പൊ അടുത്ത നേതാവ് ആരായിരിക്കണം അടി അവിടെ നടന്നുകൊണ്ടിരിക്കുക. വലിയ അഗാധമായ പ്രതിസന്ധി കോൺഗ്രസും UDF നിൽക്കുക. നിങ്ങൾ എങ്ങനെയെങ്കിലും അവരെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടി ഇല്ലാത്ത കഥകളെല്ലാം നിങ്ങളെല്ലാം വാചാരമായിക്കൊണ്ടുള്ള നിങ്ങളുടെ വാക്ചാതിരി കേട്ട ഈ കേരളം അങ്ങോട്ട് വരുവതാണോ നിങ്ങൾ ധരിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ കുറെ നാളായി പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിഞ്ഞു തുള്ളിയാണല്ലോ. ഇടതുപക്ഷ തീവ്രവാദി, വലതുപക്ഷ അവസരവാദി, എന്തെല്ലാം പേര് കൊടുത്തിട്ടുണ്ട്. മഹാന്മാരായിട്ടുള്ള കുറെ ആൾക്കാർ വരുമല്ലോ. പഴയകാല ഇടതുപക്ഷ സഹയാത്രികൻ, ഇപ്പോഴത്തെ സ്ഥാപകൻ, കാറൽ മാർക്സിനോടൊപ്പം പ്രവർത്തിച്ച ആള് എന്നൊക്കെ പറഞ്ഞ് വന്ന് ചർച്ച ചെയ്യുമായിരുന്നല്ലോ. എന്തായി? അതുകൊണ്ട് നിങ്ങളുടെ ഈ പ്രസംഗത്തിലോ ഈ ചർച്ചയിലോ ഞങ്ങൾക്ക് യാതൊരു നിലയിലുള്ള ഉത്കണ്ഠയും ഒരു ഭയവും ഇല്ല. ഈ കേരളം നീതിന്യായ വ്യവസ്ഥ അത് മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ അതിനകത്ത് ഭരണകക്ഷിയോ പ്രതിപക്ഷമോ ഒരു വ്യത്യാസവും ഇല്ല. തെറ്റ് ചെയ്തവരാരായാലും അത്തരക്കാരുടെ മേൽ ശിക്ഷിക്കപ്പെടും, നടപടി ഉണ്ടാകും. കേരളം അത് തെളിയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതാണ് ഞാൻ പറയാൻ വെച്ചിരുന്നത് തന്നെ. വേണു പറഞ്ഞു, ഏതാ ജയിൽ IG ആയാലും മറ്റു ഉദ്യോഗസ്ഥനായാലും ജില്ലാ പോലീസ് സൂപ്രണ്ടായാലും ആരായാലും ഇവിടെ മുഖം നോക്കാതെ അത്തരം കാര്യങ്ങളിൽ തെറ്റാരുടെ ഭാഗത്ത് വന്നാലും നടപടി സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ്. ശരി, കൂത്താട്ടോളത്ത് നമുക്ക് നോക്കാം. എന്തായാലും സമയം കഴിയുന്നതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. എന്തായാലും മുഖ്യമന്ത്രി ശിവഗിരി തീർത്ഥാടന വേദിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അല്ലല്ല, മരക്കോട്ടൊക്കെ കെട്ടിവെച്ചിട്ടുണ്ടല്ലോ. വേഗം ശ്രീ ചിത്തരഞ്ജൻ. അല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടുത്തെ മുനിസിപ്പൽ ചെയർപേഴ്സണും സ്ത്രീയാണല്ലോ. അവരെ ആക്ഷേപിച്ചവർ, അവരെ അനാവശ്യം പറഞ്ഞവർ, അതിന് പേരിൽ കേസുണ്ടല്ലോ. ശരി അതെ കേസിന് മറുകേസ്. ശരി എന്തായാലും മുഖ്യമന്ത്രി ശിവഗിരി തീർത്ഥാടന വേദിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ഷർട്ടിടുക എന്ന പുരോഗമനത്തിലേക്ക് നാം എത്തേണ്ടതുണ്ട് എന്ന് അതേ മുഖ്യമന്ത്രിയെ കൂത്താട്ടോളം ചൂണ്ടിക്കാട്ടി ഓർമ്മിപ്പിക്കുന്നു. അങ്ങുറപ്പ് കൊടുക്കണം കേരളത്തിലെ വനിതാ കൗൺസിലർമാർക്ക് അവരിട്ടിരിക്കുന്ന മേൽവസ്ത്രം അവരുടെ ശരീരത്തിൽ തന്നെ ഉണ്ട് എന്ന്. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സ്പെഷ്യൽ എഡിഷനിൽ ഒരു ഇടവേള കൂടി.